പ്രൈസ് ദ ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ പ്രാരംഭ രാത്രിയിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 6:30 മണി മുതൽ 8 മണി വരെയുള്ള സമയമാണ് നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ സമയം. അതിനിടയിൽ അതിന് മുന്നോടിയായിട്ട് ദൈവസന്നിധിയിൽ നാം ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനുമുള്ള പ്രാരംഭ സമയമാണ്. നാം എല്ലാവരും ചേർന്നാണ് പാട്ടുകൾ പാടുന്നത്. എന്നാൽ ആ പാട്ടുകൾ പാടുവാൻ നമ്മെ സഹായിക്കുവാനായിട്ട് ഒരു സഹോദരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പാട്ട് ലീഡ് ചെയ്യുവാനായിട്ട്. സഹോദരൻ മാമൻ സാമുവൽ, അദ്ദേഹം ഇപ്പോൾ മുമ്പോട്ട് വരികയും നമുക്ക് പ്രാരംഭമായി ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് സ്തോത്രഗീതം പാടി ഈ മീറ്റിംഗ് ആരംഭിക്കാം. വന്ദനം യേശുവര, നിനക്കെന്നും വന്ദനം യേശുവര. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണല്ലോ, നമുക്ക് ചേർന്ന് പാടാം. പാട്ട് ഉണ്ടെങ്കിൽ 206-ാമത്തെ പാട്ടാണ്, അറിയാവുന്ന പാട്ടാണ്. ഈ പാട്ട് സെലക്ട് ചെയ്തത്. വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര, വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. നിൻരുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാ. നിൻരുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി. നിന്നടിയാർക്കു പിതാവിൻ സന്നിധോ വന്നിടമേ സതതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധോ വന്നിടമേ സതതം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കൽക്കരുളാൻ. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കൽക്കരുളാൻ. ഭദ്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ. ഭദ്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ. വാനദൂതഗണങ്ങൾ മനോഹരഗാനങ്ങളാൽ സതതം
വാനദൂതഗണങ്ങൾ മനോഹരഗാനങ്ങളാൽ സദാ ഊനാമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക് ഊനാമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക് മന്നരിൽ മന്നവൻ നീ മനുകുലത്തിനു രക്ഷാകരൻ നീ മന്നരിൽ മന്നവൻ നീ മനുകുലത്തിനു രക്ഷാകരൻ നീ മിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിഭൻ നീയല്ലയോ മിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിഭൻ നീയല്ലയോ നീയൊഴികെ ഞങ്ങൾക്കു സുരലോകയാരുള്ളു ജീവനാഥ നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ വന്ദനമേശു പരാ നിനക്കെന്നും വന്ദനം യേശുപരാ വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനം യേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിൻ ആദരവായി വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൻ ആദരവായി. നമുക്കൊരു പാട്ടിൽ പാടാം. സോനമ്പി ചെറിയാൻ സാർ എഴുതിയ ക്രൂശുമെടുത്തിന് ഞാനൻ യേശുവെ പിൻചെല്ലുകയാണ്. 403 പാട്ടാണ് ഹിംബുക്കിലെ ക്രൂശും എടുത്തിന് ഞാൻ. ക്രൂശുമെടുത്തിന് ഞാൻ യേശുവെ പിൻചെല്ലുകയാ പാരിൽ പരദേശിയാ ഞാൻ മോക്ഷ വീട്ടിൽ പോകയാ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലോ എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലോ മാനം ധനം ലോകജ്ഞാന സ്ഥാന സുഖമിതല്ല ലാഭ അല്ലെനിക്ക് നീവ ഛേദമെന്നറിഞ്ഞോ ഞാൻ ജീവനൻ പേർക്കായി വേടി നാഥനെ ഞാൻ പിൻചെല്ലോ എല്ലാരും കൈവിട്ടാലും
കൃപയാൽ ഞാൻ പിൻചെല്ലും. ദുഷ്ടരെന്നെ പകച്ചാലോ, കഷ്ടം എന്തു വന്നാലും, നഷ്ടം എത്ര നേരിട്ടാലും, ഇഷ്ടമായി ഞാൻ പിൻചെല്ലും. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്ലേശം വരും തരമെല്ലാം ക്രൂശിൽ എൻ പ്രശംസയാ. യേശു കൂടെയുണ്ടെന്നാകിൽ തുൻപമെല്ലാം ഇൻപമാ. ജീവനൻ പേർക്കായി വേടി നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. നിത്യ രക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹമോർക്കുകിൽ ഏതോ കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയിടാ. ജീവനൻ പേർക്കായി വേടി നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ദൈവത്തിൻ പരിശുദ്ധാത്മാ എന്നിൽ വാസം ചെയ്യുകയാ. ക്ലേശം എന്തിനവന് നെ ഭദ്രമായി കാത്തിടൂ. ജീവനൻ പേർക്കായി വേടി നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ചില നാളുകൾക്ക് മുമ്പ് ആത്മീയ സംഗമത്തിൻ്റെ പേരിൽ സഹോദരന്മാർ ഒരുമിച്ച് കൂടി ചില ആലോചനകളൊക്കെ ചെയ്തു. അങ്ങനെ ആലോചിക്കയിൽ എടുത്തതായ ഒരു തീരുമാനമാണ് ഇന്നും നാളെയും നാളെ കഴിഞ്ഞും BBC ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു വചന പഠന പരമ്പര നടത്തണം എന്നുള്ളത്. അങ്ങനെ അതിനുവേണ്ടി ആഗ്രഹിച്ചു, ആലോചിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ക്ലാസ്സുകൾ നയിക്കുവാൻ ആരെയാണ് വിളിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ദേവദാസന്മാരുടെ ഇടയിൽ, ദൈവസഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടായ അഭിപ്രായമാണ് ഡോക്ടർ വർഗീസ് ജോൺ അവരെ വിളിക്കാം, അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കട്ടെ എന്നുള്ള നിലയിൽ ആഗ്രഹിച്ചു. അങ്ങനെ നാം പ്രിയ സഹോദരനെ വിളിക്കുകയും ക്ഷണിക്കുകയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായിട്ട് ഡോക്ടർ വർഗീസ് ജോൺ സഹോദരനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം
ക്ഷണം സ്വീകരിച്ച് ഈ ചുറ്റുപാടുള്ള സ്ഥലം സഭകളിൽ നിന്ന് മാത്രമല്ല, ഇച്ചിരി അകലെയുള്ള സ്ഥലം സഭകളിൽ നിന്നും ഇവിടെ മീറ്റിങ്ങിനായിട്ട് അനേകർ കടന്നു വന്നിട്ടുണ്ട്. പലരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ ഹാർദവമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹോദരിമാർക്ക് ഈ മുമ്പ് വശത്ത് കൈയുള്ള കസേരകളുണ്ട്. അതുകൊണ്ട് അല്പം മുമ്പോട്ട് കയറി ഇരുന്നാൽ ഈ കൈയുള്ള കസേരകൾ നിങ്ങൾക്ക് സുഖപ്രദമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ധാരാളം പേര് കടന്നു വരുന്നുണ്ട്. അവർക്കിരിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നാം ഒരുക്കി കൊടുക്കണമല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ക്ലാസ്സുകളുടെ വിഷയം എന്താകണം എന്ന് തീരുമാനിച്ചപ്പോൾ യഥാർത്ഥ ശിഷ്യത്വം എന്നൊരു വിഷയമാണ് നമ്മൾ തീരുമാനിച്ചത്. ആ നിലയിൽ ആ വിഷയം തന്നെയാണ് കർത്താവിൻ്റെ ദാസനിവിടെ എടുക്കുന്നത്. ഡോക്ടർ വർഗീസ് ജോൺ അവരുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കാം. മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം. നാം അറിയുന്നത് പോലെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു രചയിതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് KV ജോൺ സാറ്. KV ജോൺ സാറിൻ്റെ ഒരു മകനാണ് ഡോക്ടർ വർഗീസ് ജോൺ അവർകൾ. അദ്ദേഹം ശ്രീകാര്യത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി അനേക വർഷങ്ങൾ ജോലി ചെയ്തു. 1998 ആ ജോലി രാജിവെച്ച് കർത്താവ് തന്നെ വേലയ്ക്കായിട്ട് വിളിച്ചപ്പോൾ ആ വേലയ്ക്ക് വേണ്ടി താൻ ഇറങ്ങി മുഴുസമയം കർത്താവിൻ്റെ വേലയിലാണ് ഇപ്പോൾ താനായിരിക്കുന്നത്. മാത്രമല്ല, ഒരു നല്ല വേദ അധ്യാപകനാണ്. അനേക സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ അനേക സ്ഥലങ്ങളിൽ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ ബൈബിൾ കോളേജുകളിലും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനായിട്ട് താൻ കടന്നു പോകുന്നുണ്ട്. ദൈവം ആ നിലയിൽ കർത്താവിൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയും ഈ 3 രാത്രികളിലും തന്നിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യ പദവി തന്നെയാണ്. വളരെ വിരളമായിട്ട് ലഭിക്കുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കുകയും കഴിവതും നോട്ടുകൾ എടുക്കുകയും എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മാത്രമല്ല, ഇപ്പോൾ കുന്നുകുഴി ബ്രദറൻ സഭ, തിരുവനന്തപുരത്ത് താമസിച്ച് കുന്നുകുഴി ബ്രദറൻ സഭയിലെ ഒരംഗമായിട്ടും തുടരുകയാണ്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം തന്നെ സഹായിക്കുമാറാകട്ടെ. സ്കൂട്ടർ പാർക്കിങ്ങിനെക്കുറിച്ച് ഒരു ചെറിയൊരു അറിയിപ്പുണ്ട്. അതായത് ഈ സാധാരണ ഈ കാർ പോർച്ചിൽ, ഓഡിറ്റോറിയത്തിൻ്റെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാതിരുന്നാൽ നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ ഗ്രൗണ്ടിൽ അല്പം അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് സ്കൂട്ടർ അപ്പുറത്തുള്ള ഷെഡിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കാറൊക്കെ ഒന്ന് തിരിക്കേണ്ടി വന്നാൽ അതിനെ തിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും, സൗകര്യവും ഉണ്ടാകും. അതുകൊണ്ട് സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നവർ പ്രത്യേക ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് 60 മിനിറ്റേ ഉള്ളൂ. 60 മിനിറ്റ്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ 60 മിനിറ്റ് സമയമാണ് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കൊട്ടും സമയം കളയാനായിട്ടില്ല. മുഖവരിയായിട്ട് ഒരുപാട് കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടെ നാം ഇരിക്കുമ്പോൾ ഇപ്പോൾ 2 സഹോദരന്മാർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതാണ്. പ്രാരംഭമായിട്ട് ഏബ്രഹാം ജോർജ് പാണ്ടനാട് ഇമ്മാനുവേൽ സഭയിൽ നിന്ന്, അതുപോലെ തന്നെ സഹോദരൻ PM ജോർജ് കുട്ടി അവർകൾ, ഇവർ 2 പേരും വന്ന് നമ്മെ പ്രാർത്ഥനയിൽ നയിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വർഗീസ് ജോൺ അവർകൾ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ അൻപ് നിറഞ്ഞ നല്ല കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ പാതാരബന്ധങ്ങളിലേക്ക് അടിയങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ ഭൂമിയിൽ സാവകാശം നൽകിയതോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ 12 മണിക്കൂറുകൾ ഞങ്ങളായിരുന്നതായ സ്ഥലത്തൊക്കെ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും
ഞങ്ങളിൽ ആരും കുറഞ്ഞു പോകാതെ ഞങ്ങൾക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്കിടയാക്കിയ വിലയേറിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഈ വചന പഠനത്തിൻ്റെ 1-ാം ദിവസത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ്റെ ഗുണം അങ്ങ് ഞങ്ങൾക്ക് സാവകാശം നൽകി. അതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളായിരിക്കുമ്പോൾ എല്ലാ കൃപകളും നൽകി തന്ന് ഞങ്ങളെ പരിപാലിക്കും. അതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. സ്വർഗത്തിൽ എന്നേക്കും കർത്താവെ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ആ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ആ വചന പഠനം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. വചന പഠിപ്പിക്കുവാൻ ഗുണം കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കാലും ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. മാനുഷികമായ നിലയിലല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ ദൈവവചനം കർത്താവെ ഞങ്ങൾക്ക് വിളമ്പിത്തരുവാൻ ഗുണം കർത്താവിൻ്റെ ദാസനെയും അങ്ങ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശിക്ഷയ്ക്കും കുറ്റാപതിക്കുമാക്കി തീർക്കാതെ പഠിപ്പിക്കുന്നതായ കേൾക്കുന്നതായ വചനമൊക്കെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ കർത്താവെ ആത്മീയ ജീവിതത്തിന് മുതൽക്കൂട്ടായി വരുന്ന കാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ്റെ ഗുണം ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ വച്ച ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. സ്നേഹനിധിയായ ദൈവമേ, കരുണയിൽ സമ്പന്നനായ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ മാർവിൽ പ്രമോദമായിരുന്ന അങ്ങയുടെ ഓമനകുമാരനായ സ്തോത്രം. ആ ഏകജാതനെ പാപപങ്കിലമായ ഈ നാശലോകത്തിൽ അങ്ങ് ഞങ്ങളുടെ വീണ്ടെടുപ്പർത്ഥമായി അയച്ചല്ലോ, അതിനായി നന്ദി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ഇരുളടഞ്ഞ കാലഘട്ടത്തിന് ശേഷം തിരുമേനി ആത്മാവ് മുഖാന്തരം സന്ദർശിച്ചു. 125 വർഷങ്ങൾക്ക് മുമ്പ് കല്ലിശ്ശേരിയെ സന്ദർശിച്ച സ്വർഗീയ പിതാവേ, പിതാക്കന്മാർക്ക് കൊടുത്ത വെളിച്ചത്തിനായി സ്തോത്രം. വേർപെട്ട ഉപദേശ സത്യങ്ങൾക്കായി സ്തോത്രം. അതതിടങ്ങളിൽ ചെറിയ ചെറിയ വിളക്ക് തണ്ടുകളായി കർത്താവിൻ്റെ വചനപ്രകാശധാരയെ ഉയർത്തിപ്പിടിക്കുവാൻ ഈ ചുറ്റളവിലും സ്ഥലം സഭകളെ സ്ഥാപിച്ച നാഥ, അങ്ങ് അവയുടെ നടുവിൽ നിന്നും ഉലാവുന്നു. ഈ പ്രത്യേക 3 സന്ധ്യകൾക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനായി സ്തോത്രം. അങ്ങയുടെ ദാസൻ ധ്യാനത്തിൽ, പ്രാർത്ഥനയിൽ ഒരുക്കി വന്നിരിക്കുന്ന ആ വിഷയത്തിനായി നന്ദി കരയറ്റുന്നു. ശിഷ്യന്മാരുടെ നാവും കാതും അടിയങ്ങൾക്ക് ഇപ്പോഴും തന്ന് സഹായിച്ചാലും അവിടുന്ന് സംസാരിക്കണമേ, പുത്രനെ ഉയർത്തണമേ, ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ശോധന ചെയ്യുവാനുള്ള ആത്മാവിൻ്റെ വികാസനം ദാനം ചെയ്യണമേ. മഹത്വം, മാനം, സ്തുതി, പുകഴ്ച, ബഹുമതി ആ തൃപ്പാദാന്തിയെ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവും പ്രിയരക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ആത്മീയ സംഗമത്തിൻ്റെ പ്രാരംഭ ദിവസത്തിലേക്ക് കടന്നു വരുവാനും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാനും എനിക്ക് അവസരവും ആരോഗ്യവും സമ്മാനിച്ച സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ഞാൻ ആദ്യമേ അർപ്പിക്കുന്നു. മാത്രമല്ല, ഈ മീറ്റിങ്ങുകളിലേക്ക് എന്നെ ക്ഷണിച്ച
ഈ ആത്മീയ സംഗമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരോടുമുള്ള നന്ദിയെയും പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുവാനായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവരോടും, മാത്രമല്ല ഈ യൂട്യൂബിലെ ലൈവ് ട്രാൻസ്മിഷനിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഉള്ള ആ സ്നേഹവന്ദനവും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. വാസ്തവത്തിൽ നല്ല സൗഖ്യമില്ലാതെയാണ് ഞാൻ ഇന്നലെ ഇവിടെ കടന്നു വന്നത്. ഇപ്പോഴും പൂർണ്ണ സൗഖ്യം ആയിട്ടില്ല. അതുകൊണ്ട് അല്പം വേഗം കുറച്ച് അധികം ശബ്ദം ഉയർത്താതെ ചുരുക്കം ചില കാര്യങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ പറഞ്ഞ് എൻ്റെ ഇന്നത്തെ വിഷയം പൂർത്തീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാളെയും മറ്റന്നാളും ഈ വിഷയം തുടരും. 3 ദിവസങ്ങൾ കൊണ്ട് യഥാർത്ഥ ശിഷ്യത്വം എന്ന വിഷയത്തിൻ്റെ ഒരു ഏകദേശ രൂപം തരാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, ആര് പ്രസംഗിക്കുന്നു, എന്തു പ്രസംഗിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നാം അത് എങ്ങനെ ശ്രവിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ പ്രസിദ്ധനായ ഒരു പ്രസംഗകൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് താനെ ഹാളിന് പുറത്ത് ഇറങ്ങി വന്നപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, താങ്കളുടെ ഇന്നത്തെ പ്രസംഗം വളരെ നന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾക്ക് എൻ്റെ പ്രസംഗം മെച്ചമായി തോന്നിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന ചിലരെക്കുറിച്ചാണ്, അതുകൊണ്ടാണ് പ്രസംഗം നന്നായി തോന്നിയത്. പലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ നാം ഒക്കെ ചിന്തിക്കുന്നത് അതൊക്കെ എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് പറ്റിയ സന്ദേശമാണ്, അല്ലെങ്കിൽ ഇന്ന് കടന്നു വരാൻ കഴിയാതെ പോയ ചിലരുണ്ട്, അവർ വന്നെങ്കിൽ അവർക്ക് ഇത് നല്ലതായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ, ആര് വചനം ശുശ്രൂഷിച്ചാലും വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് എന്നോട് സംസാരിക്കുന്നു എന്ന ചിന്തയോടെ, യഹോവയെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന മനോഭാവത്തോടെ നാം ഇരിക്കുമെങ്കിൽ ഇന്നത്തെ വചന ശുശ്രൂഷയും നമുക്ക് പ്രയോജനകരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ വിഷയം പ്രിയ സഹോദരൻ ബിജു മാത്യു ഇവിടെ അനൗൺസ് ചെയ്തു, യഥാർത്ഥ ശിഷ്യത്വം എന്നതാണ്. ഒരുപക്ഷേ ഈ പദം കേൾക്കുമ്പോൾ ഇത് വളരെ പരിചിതമായ ഒരു പഴയ വിഷയമാണല്ലോ എന്ന് ചിലർക്കെങ്കിലും തോന്നാൻ സാധ്യതയുണ്ട്. ശരിയാണ്, ഈ വാക്കുകളൊക്കെ വളരെ പരിചിതമാണ്. ശിഷ്യൻ, ശിഷ്യത്വം, ഈ വാക്കുകളൊക്കെ നാം ധാരാളം കേട്ടിട്ടുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഈ പദത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും വിശ്വാസികളുടെ സമൂഹത്തിൽ ഉണ്ട്. തെറ്റിദ്ധാരണകൾ മനുഷ്യ സഹജമാണ്. ഞാൻ ഒരു അധ്യാപകനായിരുന്നുകൊണ്ട് പലതും ദൃഷ്ടാന്ത സഹിതമാണ് പറയുന്നത്. ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ നടന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് ചോദിച്ചു, ഏതാണ്ട് 7-8 വയസ്സ് പ്രായമുള്ള കുട്ടികളോട് ചോദിച്ചു, വേദപുസ്തകത്തിൽ പേര് പറഞ്ഞിട്ടുള്ള ഇരട്ടക്കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ, ട്വിൻസ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങി. ഉത്തരം നിങ്ങൾക്കറിയാം. നൽമിടുക്കനായ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സാറേ ഉണ്ട്. ആരൊക്കെയാണ്? 1 സാമുവേൽ ആൻഡ് 2 സാമുവേൽ, 1 ശമൂവേൽ 2 ശമൂവേൽ എന്ന് ഉത്തരം പറഞ്ഞു. അവർ 8 കുട്ടികളാണെന്ന് ഈ കുട്ടി തെറ്റിദ്ധരിച്ചു പോയി. കാരണം ചെറിയ പ്രായത്തിലെ ഈ വേദപുസ്തക ക്രമമൊക്കെ കാണാതെ പഠിക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് പറ്റിയൊരബദ്ധമാണ്. ഈ അതിപരിചയം പലപ്പോഴും അവജ്ഞ മാത്രമല്ല അജ്ഞതയും ഉളവാക്കാറുണ്ട്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നൊരു ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്. ഞാനത് മോഡിഫൈ ചെയ്ത് പറയാറുണ്ട്. ഫെമിലിയാരിറ്റി നോട്ട് ഓൺലി ബ്രീഡ്സ് കണ്ടംപ്റ്റ് ബട്ട് ഓൾസോ ഇഗ്നോറൻസ്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പരിചയമുള്ള പദമാണെങ്കിലും അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ഈ തലക്കെട്ടിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് വെറുതെ ഒരു ശിഷ്യത്വം എന്ന വാക്ക് ഉപയോഗിക്കാതെ യഥാർത്ഥ ശിഷ്യത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? വാസ്തവത്തിൽ ഇതിൻ്റെ ശരിയായ പൂർണ്ണമായ ടൈറ്റിൽ ട്രൂ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് തന്നെയാണ്. അത് ദീർഘമായതുകൊണ്ട് വെട്ടിച്ചുരുക്കിയാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് യഥാർത്ഥം എന്ന് പറയേണ്ടി വരുന്നത്? നമുക്കറിയാം, സാധാരണ
ഒരു നല്ല കമ്പനിക്കാർ ഏതെങ്കിലും ഒരു നല്ല പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പോപ്പുലറാകും, അതിനൊരു പ്രചാരം സിദ്ധിക്കുമ്പോൾ അധികം താമസിയാതെ മറ്റു ചിലർ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ തുടങ്ങും. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വന്നു കഴിയുമ്പോൾ സാധാരണക്കാർക്ക് വലിയ ചിന്താക്കുഴപ്പമാകും, ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഈ യഥാർത്ഥ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പാദകർ പത്രങ്ങളിലൊക്കെ ഒരു പരസ്യം കൊടുക്കും. പരസ്യത്തിൽ അവർ പറയും, ഇതാണ് യഥാർത്ഥമായ ഞങ്ങളുടെ പ്രോഡക്റ്റ്, ഇതാണ് ഒറിജിനൽ, ഞങ്ങളുടെ ലോഗോ ഇതാണ്, ഇത് നോക്കി വാങ്ങിക്കണം, വ്യാജ അനുകരണങ്ങളിൽ വഞ്ചിതരാകരുത് എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കാര്യം എപ്പോഴാണ് യഥാർത്ഥത്തിലുള്ളത് ഇതാണ് എന്ന് എടുത്തു പറയേണ്ടി വരുന്നത്? വ്യാജമായ പല കാര്യങ്ങൾ ഉള്ളപ്പോൾ. വ്യാജമായ ആളുകളുണ്ട്, വ്യാജരായ ആളുകളുണ്ട്, അതുപോലെ വ്യാജമായ പല ക്രിസ്തീയ അനുഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പല തെറ്റായ ധാരണകൾ ശിഷ്യത്വത്തെക്കുറിച്ചുള്ളത് കൊണ്ടാണ് യഥാർത്ഥ ശിഷ്യത്വം ഇതാണ് എന്ന് എടുത്ത് പറയേണ്ടി വരുന്നത്. ശരി, ഇതിൻ്റെ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ഓരോ തലക്കെട്ടായിട്ട് പറഞ്ഞാണ് പോകുന്നത്. നോട്ട്സ് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരികയില്ല, ഞാൻ വളരെ സ്പീഡിൽ പറയാത്തതുകൊണ്ട്. പിന്നെ ദൈവം അനുവദിച്ചാൽ ഏറ്റവും ഒടുവിലത്തെ ദിവസം നോക്കട്ടെ, കുറച്ച് മലയാളം കോപ്പികളും കൂടെ ബ്രീഫ് നോട്ട്സ് തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നാം ഈ വിഷയം പഠിക്കുന്നത്? ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്കെല്ലാം വളരെ പരിചയമുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം, അത് നോക്കിയാൽ ഇതിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായി മനസ്സിലാകും. എവിടെയാണ് നാം മഹാനിയോഗം വായിക്കുന്നത്, കാണുന്നത്? വല്ലപ്പോഴൊക്കെ ഒന്ന് പ്രതികരിച്ചാൽ നല്ലതാണ്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. അത് സഹോദരൻ ഇപ്പോൾ വായിക്കുന്നതാണ്. യേശു, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. വളരെ പ്രസിദ്ധങ്ങളായ ചില വാക്യങ്ങൾ. ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് നാം ഇതിനെ വിളിക്കുന്നത്. വാസ്തവത്തിൽ ഈ മഹാനിയോഗം 4 സുവിശേഷങ്ങളിലും അല്പാൽപമായിട്ടുണ്ട്. ഏറെക്കുറെ അതിൻ്റെ പൂർണ്ണ രൂപം കാണുന്നത് മത്തായിലാണ്. അതുകൊണ്ടാണ് നാം പലപ്പോഴും ഈ ഭാഗം എടുത്ത് വായിക്കുന്നത്. ശരി, എന്താണ് മഹാനിയോഗം, അല്ലെ മഹാനിയോഗത്തിലെ പ്രധാന കൽപ്പന എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? വാട്ട് ഈസ് ഗ്രേറ്റ് കമ്മീഷൻ ആഫ്റ്റർ ഓൾ? മെനി എ ടൈം വി തിങ്ക് ദാറ്റ് ഗ്രേറ്റ് കമ്മീഷൻ ഈസ് എ കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ. പലപ്പോഴും നാം ധരിക്കുന്നത് സുവിശേഷീകരണത്തിനുള്ള ഒരു കൽപ്പനയാണ് കർത്താവിൻ്റെ അന്തിമ നിയോഗം. അങ്ങനെ ധരിക്കുവാൻ ഒരു കാരണമുണ്ട്. മർക്കോസ് 16:15 വായിക്കണ്ട. അവിടെ നാം വായിക്കുമ്പോൾ നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നാണ് മർക്കോസ് ഇതിനെ വെട്ടിച്ചുരുക്കി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കണം, അത് മഹാനിയോഗത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 19-ാം വാക്യത്തിൽ 19ഉം 20ഉം നോക്കിയാൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, അല്പം ദീർഘമായൊരു വാചകമാണ്. അതിൻ്റെ 20-ാം വാക്യത്തിൻ്റെ പകുതിയിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. വാസ്തവത്തിൽ ഈ ഗ്രേറ്റ് കമ്മീഷൻ്റെ മെയിൻ ക്ലോസ്, പ്രധാന വാചകം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമാണ്, ഗോ ആൻഡ് ടു മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ ദ നേഷൻസ്. അതാണ് അതിൻ്റെ പ്രധാന വാചകം. ഞാൻ ഗ്രീക്ക് പണ്ഡിതനൊന്നുമല്ല, എന്നാൽ ഗ്രീക്ക് ഭാഷ അറിയാവുന്നവർ പറയുന്നത് ഈ വാക്യത്തിൽ വാസ്തവത്തിൽ മൂലഭാഷയായ ഗ്രീക്കിൽ ഒരു ക്രിയാപദം മാത്രമേ ഉള്ളൂ. അതെന്താണ് ആ ക്രിയാപദം? ഈ ശിഷ്യരാക്കിക്കൊള്ളുക, അതാണ് അവിടുത്തെ പ്രധാന ക്രിയാപദം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ പോകുവാൻ പറഞ്ഞില്ലേ, സ്നാനപ്പെടുത്തുവാൻ പറഞ്ഞില്ലേ, പഠിപ്പിക്കാൻ കർത്താവ് പറഞ്ഞില്ലേ, അതൊക്കെ ക്രിയാപദങ്ങളല്ലേ? ഒരർത്ഥത്തിൽ ആണ്. എന്നാൽ വ്യാകരണപരമായി നോക്കിയാൽ അതിനെയൊക്കെ
ആക്ട്സ് ഓക്സിലറി വർക്ക്സ് അല്ലെങ്കിൽ സഹായക്രിയകൾ എന്നാണ് വിളിക്കുന്നത്. അത് പ്രധാന ക്രിയയല്ല. ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണ് പ്രധാന കൽപ്പന, പ്രധാന ക്രിയാപദം. എങ്ങനെ ശിഷ്യരാക്കണം? അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി നിങ്ങൾ പോകണം, സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. സ്നാനപ്പെട്ടവരെന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളൊക്കെ അനുസരിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം, അല്ലെ ടീച്ച് ചെയ്യണം. അനേക കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്ത് ആത്യന്തികമായി എന്താണ് സാധിക്കേണ്ടത്? ശിഷ്യരാക്കി തീർക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പ്രധാന കൽപ്പന എന്ന് പറയുന്നത് ശിഷ്യരാക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 2000 വർഷങ്ങളായി സഭ ഒരളവ് വരെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നാമും ചെയ്യുന്നുണ്ട്. എന്നാൽ നാം പലപ്പോഴും സുവിശേഷീകരണത്തിൽ മാത്രം അങ്ങ് ഒതുങ്ങി നിൽക്കുകയല്ലേ എന്ന് നാം ഒരാത്മപരിശോധന ഇന്ന് രാത്രിയിൽ നടത്തണം. സുവിശേഷീകരണം അതിപ്രധാനമാണ്, അത് ചെയ്യണം. എന്നാൽ ഒരു സുവിശേഷ യോഗം നടത്തി അല്ലെങ്കിൽ മറ്റു ചില നിലയിൽ സുവിശേഷം അറിയിച്ച് അതിൽ മാത്രം സംതൃപ്തരായി കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ അനുസരിച്ചു എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ നാം ജീവിച്ചു പോരുകയല്ലേ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ സഭയുടെ മിഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ഡിസൈപ്പിൾസ്, ഡിസൈപ്പിൾ മേക്കിംഗ് ആണ് മിഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ കർത്താവ് ഇതിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തു എങ്കിൽ നാമും പ്രാധാന്യം കൊടുക്കണം ഈ വിഷയത്തിന്. വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹി വാസ് ഓൺ ദ ബിസിനസ് ഓർ മിനിസ്ട്രി ഓഫ് മേക്കിംഗ് ഡിസൈപ്പിൾസ്. And when he departed from this world, he called his disciples or apostles and commissioned them to make other disciples. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ എന്താണ്? ശിഷ്യന്മാരെ ഉണ്ടാക്കുക, ശിഷ്യന്മാരെ വളർത്തിയെടുക്കുക. താൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒടുവിലായി തൻ്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങളും ഭൂലോകമൊക്കെയും പോയി എന്ത് ചെയ്യണം? ശിഷ്യന്മാരെ ഉണ്ടാക്കണം. കേവലം കൺവേർട്സിനെ ഉണ്ടാക്കാനല്ല, യു ഹാവ് ടു മേക്ക് ഡിസൈപ്പിൾസ്. കേവലം കുറേ ഡിവോട്ടീസിനെ ഉണ്ടാക്കാനല്ല, യു ഹാവ് ടു മേക്ക് ദം ഡിസൈപ്പിൾസ്. ആ അർത്ഥവ്യത്യാസം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഞാൻ ഡിസൈപ്പിൾ മേക്കിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്, ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി അല്പം ഒരു ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ, ശിഷ്യൻ എന്നുള്ള വാക്കിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ, ശിഷ്യൻ എന്ന വാക്ക് പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിലും ചില ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം, പ്രവാചകന്മാർക്ക് പലർക്കും ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. നമുക്ക് തെളിവുകളുള്ളത് ഏലിയാവിൻ്റെയും ഏലിശായുടെയും കാര്യമാണ്. ഏലിയ പ്രവാചകന് ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെ പ്രവാചക ശിഷ്യന്മാർ എന്ന് മലയാളം ബൈബിളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ സൺസ് ഓഫ് ദ പ്രോഫറ്റ്സ്, രണ്ട് ഒന്ന് തന്നെയാണ്. ഏലിയ പ്രവാചകന് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ഏലിശ. ഏലിശായ്ക്കും ശിഷ്യന്മാരുണ്ടായിരുന്നു. 2 രാജാക്കന്മാർ 2:1, 6:1, 2:3, 6:1 ഒക്കെ നാം അത് വായിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു ആശയമാണ്. ബൈബിളിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നോക്കിയാൽ ഗ്രേക്കരുടെ ഇടയിലും ഇന്ത്യക്കാരുടെ ഇടയിലും ഒക്കെ ഈ ശിഷ്യത്വ സമ്പ്രദായം ഉണ്ടായിരുന്നു. നമുക്കറിയാം, മലയാളത്തിൽ നമ്മൾ ഈ ഗുരുകുല സമ്പ്രദായം എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. പഴയകാലത്ത് ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, അതിപുരാതന കാലത്തും യഹൂദന്മാരുടെ ഇടയിൽ അതുണ്ടായിരുന്നു. അത് പഴയ നിയമത്തിലെ കാര്യം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ചില റെഫറൻസസ് ഞാനൊന്ന് പറഞ്ഞു പോകാം, നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തുകൊള്ളുക. മത്തായി 22:16 അവിടെ പരീശന്മാരുടെ ശിഷ്യന്മാർ എന്നൊരു പ്രയോഗം നാം കാണുന്നുണ്ട്. പരീശന്മാരുടെ ശിഷ്യന്മാർ, മത്തായി 22:16. മത്തായി 9:14 സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ. സ്നാപക യോഹന്നാൻ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പല തെളിവുകളുണ്ട്. മത്തായി 9:14. യോഹന്നാൻ 9:28 അവിടെ മോശയുടെ ശിഷ്യന്മാർ എന്ന് ഒരു പ്രയോഗം കാണാൻ സാധിക്കും. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുവാൻ ഉത്സാഹം കാണിച്ച പരീശന്മാർ തന്നെ പറയുകയാണ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. അപ്പോൾ പരീശന്മാരുടെ ശിഷ്യന്മാർ, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ, മോശയുടെ ശിഷ്യന്മാർ എന്നീ പ്രയോഗങ്ങളൊക്കെ പുതിയ നിയമത്തിൽ ചില ഭാഗങ്ങൾ സുവിശേഷങ്ങൾ കാണാൻ സാധിക്കും.
എന്നാൽ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതും വളർത്തിയെടുത്തതുമായ ഒരു നവീന ആശയമാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് പുരാതന കാലം മുതലേ ഉണ്ട്. അതിൻ്റെ ചില ആശയങ്ങളൊക്കെ കർത്താവും എടുത്തിട്ടുണ്ട്. എന്നാൽ ക്രിസ്തീയ ശിഷ്യത്വം അല്പം കൂടെ ഉന്നതമായ ഒരു ശിഷ്യത്വത്തിൻ്റെ പാതയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി ഈ വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ, ഞാനിപ്പോൾ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു, അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി പറഞ്ഞു. Now let us come to the meaning of the word disciple. ഡിസൈപ്പിൾ എന്നുള്ള വാക്കിന് ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ലേണർ, അതുമല്ലെങ്കിൽ ഫോളോവർ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു പഠിതാവ്, വിദ്യാർത്ഥി, അനുഗാമി എന്നൊക്കെ അത് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. അപ്പോൾ അത്രയുമേ ആ വാക്കിനർത്ഥമുള്ളൂ. ഒരു വിദ്യാർത്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഭാഷയിൽ വിളിക്കാം. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ ശിഷ്യൻ എന്ന് പറയുന്നതും ആധുനിക കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വിദ്യാർത്ഥിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് ആരാണ് ഒരു വിദ്യാർത്ഥി? ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ പോയി ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്ന ആളിനെ വിദ്യാർത്ഥി എന്ന് വിളിക്കും. എന്നാൽ പുരാതന കാലത്തെ ഈ ഗുരുശിഷ്യ ബന്ധം അങ്ങനെയല്ലായിരുന്നു. ഞാൻ നേരത്തെ ഗുരുകുല സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ കാലത്തും അതിനു മുമ്പും ആ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വിദ്യ അഭ്യസിക്കണം എന്ന് തനിക്ക് തോന്നിയാൽ അതിന് പറ്റിയ ഒരു ഗുരുവിനെ താൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. അതിനുശേഷം ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ആഗ്രഹം പറയണം. തനിക്ക് വിദ്യ അഭ്യസിക്കുവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹമുണ്ട്. അത്ര പെട്ടെന്നൊന്നും ശിഷ്യനാകാൻ പറ്റുകയില്ല. ആ ഗുരു ശിഷ്യനെ പല നിലകളിൽ പരീക്ഷിക്കും അല്ലെങ്കിൽ പരിശോധിക്കും. നമ്മുടെ ഇന്നത്തെ ആധുനിക കാലത്തെ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒന്നും ഇല്ല എങ്കിലും ഗുരുക്കന്മാർക്ക് അവരുടേതായ രീതികളുണ്ട്. മഹാനായ സോക്രട്ടീസ്, അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറായിരുന്നല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഒരിക്കൽ ഒരു വ്യക്തി, ഒരു യുവാവ് സോക്രട്ടീസിനെ കാണാൻ ചെന്ന് പറഞ്ഞു, എനിക്ക് താങ്കൾ എൻ്റെ ഗുരുവായിരിക്കണം, എനിക്ക് താങ്കളുടെ ശിഷ്യനാകാൻ താല്പര്യമുണ്ട്. അപ്പോൾ സോക്രട്ടീസ് ഒന്നും മിണ്ടിയില്ല. ആ യുവാവിൻ്റെ തോളിൽ കൈ ഇട്ടുകൊണ്ട് രണ്ടുപേരും കൂടെ നടക്കാൻ തുടങ്ങി. ഒന്നും മിണ്ടുന്നില്ല. അന്നത്തെ കാലത്തെ ഗുരുക്കന്മാരോട് എന്തും കയറി ചോദിക്കാനും പറ്റുകയില്ല. അവരെ എല്ലാവർക്കും ഭയവുമാണ്. അദ്ദേഹം ഒന്നും ചോദിക്കുന്നില്ല. ഇങ്ങനെ രണ്ടുപേരും കൂടെ നടന്നൊരു നദിയുടെ കരയിലെത്തി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഈ ശിഷ്യനാകാൻ വന്ന വ്യക്തി വിചാരിച്ചു, ഏതായാലും നദിയുടെ കരയിലെത്തിയല്ലോ, ഇനി വഴി അങ്ങോട്ടില്ല, അതുകൊണ്ട് ഇവിടെയെങ്കിലും നിൽക്കും എന്ന് വിചാരിച്ചു. എന്നാൽ സോക്രട്ടീസ് നിന്നില്ല. ഈ യുവാവിനെ പിടിച്ചുകൊണ്ട് വെള്ളത്തിലോട്ടിറങ്ങി. താൻ ഭയന്നുപോയി. എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊരു പിടിയുമില്ല. അല്പം കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ സ്നാനപ്പെടുത്തുന്നത് പോലെ ഇദ്ദേഹം ബലമായിട്ട് പിടിച്ച് യുവാവിനെ വെള്ളത്തിൽ മുക്കി. നമ്മൾ സ്നാനപ്പെടുത്തുമ്പോൾ വെള്ളത്തിൽ മുക്കിയാൽ ഉടൻ തന്നെ അങ്ങ് കൈവിടുകയും ചെയ്യില്ല, പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ അനുവദിക്കും. എന്നാൽ ഇദ്ദേഹം കൈ വിടുന്നില്ല. ബലമായിട്ട് പിടിച്ച് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏതാണ്ട് ഏകദേശം ഒരു മിനിറ്റോളം ഇങ്ങനെ ബലമായിട്ട് അമർത്തി പിടിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് കൈവിട്ടു. അപ്പോൾ ഇദ്ദേഹം വളരെ വെപ്രാളം പിടിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പുറത്തു വന്നു. അപ്പോൾ സോക്രട്ടീസ് ഒരു ചോദ്യം ചോദിച്ചു, നീ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ എന്താണ് നീ ആഗ്രഹിച്ചത്? എന്തിനു വേണ്ടിയെങ്കിലും ആഗ്രഹിച്ചോ എന്ന് ചോദിച്ചു. ആഗ്രഹിച്ചോ? തീർച്ചയായും. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അല്പം ശ്വാസത്തിനു വേണ്ടി, വായുവിന് വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി എത്രമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്, അതല്ലാതെ വേറെ ഒന്നും ആഗ്രഹമില്ലായിരുന്നു എന്ന് ഈ യുവാവ് പറഞ്ഞു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, നീ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ അല്പം വായുവിന് വേണ്ടി ആഗ്രഹിച്ചതുപോലെയുള്ള ആ തീവ്രമായ ആഗ്രഹം വിദ്യ അഭ്യസിക്കുവാൻ നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് എൻ്റെ ശിഷ്യനായി തീരാം എന്ന് പറഞ്ഞു. അദ്ദേഹം ശിഷ്യനായോ ഇല്ലയോ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പഴയ കാലത്തെ ഒരു ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ശിഷ്യനായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത പടി? ഇന്ന് ഒരുവൻ വിദ്യാർത്ഥിയായി കഴിഞ്ഞാൽ രാവിലെ സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്കൂളിൽ പോകണം, വൈകിട്ട് ബെല്ലടിക്കുമ്പോൾ മടങ്ങിപ്പോകാം. എന്നാൽ പഴയ കാലത്തെ ഗുരുകുല സമ്പ്രദായം അങ്ങനെ അല്ലായിരുന്നു. ആ ഗുരുവിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ഗുരുവിൻ്റെ ഭവനത്തിൽ ഗുരുവിനോട് കൂടെ 1-2 വർഷങ്ങളല്ല, ചിലപ്പോൾ അനേക വർഷങ്ങൾ താമസിക്കണം. തീർന്നില്ല.
അങ്ങനെ എന്തിനാണ് താമസിക്കുന്നത്? ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും. ഗുരു പഠിപ്പിക്കുന്നത് എല്ലാം വാക്കുകൾ കൊണ്ടല്ല, തൻ്റെ ജീവിതവും പ്രവൃത്തിയെല്ലാം ഇദ്ദേഹം നിരീക്ഷിച്ച് പഠിച്ചുകൊള്ളണം. അങ്ങനെ ജീവിതത്തിൽ നിന്നും വാക്കിൽ നിന്നും പഠിച്ച് അനേക വർഷങ്ങൾ കഴിയുമ്പോൾ താൻ ഗുരുവിനെ പോലെ ഏകദേശമായി തീരും. അവിടെയാണ് പഠനം പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ ഒരാശയം നാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കർത്താവ് പഠിപ്പിച്ച ശിഷ്യത്വത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ മനസ്സിലാക്കുവാൻ. അപ്പോൾ നാം ഉദ്ദേശിക്കുന്ന പോലത്തെ നിസ്സാരമായ ഒരു കാര്യമല്ല കർത്താവ് പഠിപ്പിച്ച ശിഷ്യത്വം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്ന് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, മോളെ എവിടെയാണ് പഠിക്കുന്നത്? അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, ഏത് കോഴ്സാണ് ചെയ്യുന്നത്, ഏത് വിഷയമാണ് പഠിക്കുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. എഞ്ചിനീയറിംഗ് ആണോ, നേഴ്സിംഗ് ആണോ, മറ്റെന്തെങ്കിലും ആണോ, ഇതൊക്കെ നമ്മൾ ചോദിക്കും. ആര് പഠിപ്പിക്കുന്നു എന്ന് നാം സാധാരണ ചോദിക്കാറില്ല. എന്നാൽ വേദപുസ്തകത്തിലെ ഗുരുശിഷ്യ ബന്ധത്തിൽ, അല്ലെങ്കിൽ പുരാതന കാലത്തെ ഗുരുശിഷ്യ ബന്ധത്തിൽ എന്തു പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ആര് പഠിപ്പിച്ചു എന്നതാണ്. ദ ടീച്ചർ ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ സബ്ജക്റ്റ് ഹി ടീച്ചസ്. ബൈബിൾ തെളിവുകളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഉദ്ധരിച്ചങ്ങ് പോകാം, എടുത്തു വായിക്കണ്ട. അപ്പോസ്തല പ്രവൃത്തി 22:3 പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഒരു കാര്യം പറയുന്നു, ഞാൻ ഈ പട്ടണത്തിൽ വളർന്നവനും ഗമാലിയേലിൻ്റെ കാൽ കീഴെ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകുന്നു. പോൾ വാസ് വെരി പ്രൗഡ് ഓഫ് ഹിസ് ടീച്ചർ ഗമാലിയേൽ. ഞാൻ ഗമാലിയേലിൻ്റെ പാഠശാലയിൽ പഠിച്ചവനാണ്. അത് പറയുന്നതിൽ പൗലോസ് അഭിമാനം കൊണ്ടു. പഴയകാലത്തെ ശിഷ്യന്മാർ എല്ലാവരും അങ്ങനെയായിരുന്നു. ആരാണ് അവരുടെ ഗുരു? അതാണ് ആ ഗുരു ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശിഷ്യൻ ആരാണെന്ന് മനസ്സിലാകുന്നത്. തീർന്നില്ല. 2 തിമോഥെയോസ് 3:14 തൻ്റെ ശിഷ്യനായ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുമ്പോൾ പൗലോസ് ഒരു വാക്ക് എഴുതുന്നുണ്ട്. അവസാനത്തെ ലേഖനമാണല്ലോ, നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുക. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുക. തിമോഥെയോസിനെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചത് പൗലോസ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നീ ആരിൽ നിന്നാണ് പഠിച്ചത് അത് ഓർക്കണം. ഞാൻ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് ഓർക്കണം. അത് രണ്ടാമത്തെ കാര്യം, ആരിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ഗുരുവിന് പ്രാധാന്യമുണ്ട്. ആരുടെ ശിഷ്യൻ എന്നുള്ളതാണ് ന്യായമായ ചോദ്യം. ഞാൻ ആരാണ് ശിഷ്യൻ എന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരം, ഒരു ഗുരുവുള്ളവനാണ് ശിഷ്യൻ. ഗുരുവുള്ളവനെ മാത്രമേ ശിഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. പുതിയ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയവും അതുതന്നെയാണ്. മറ്റു മതങ്ങളിലൊക്കെ അവരുടെ ചില ഉപദേശ സംഹിതകളൊക്കെ ഒരുവൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഹി വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം എ ഫോളോവർ ഓഫ് ദാറ്റ് റിലിജൻ. അവൻ സ്വാഭാവികമായി ആ മതത്തിൻ്റെ അംഗമായി തീരും. എന്നാൽ ക്രിസ്തീയ മാർഗം അങ്ങനെയല്ല. ഗുരുവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഗുരുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം മുഖാന്തരമാണ് ഒരുവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് ഞാൻ ആമുഖമായി പറഞ്ഞു. അടുത്ത ഒരു പ്രധാന തലക്കെട്ടിലേക്ക് ഞാൻ വരികയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈപ്പിൾസ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ദ മീനിങ് ഓഫ് ദ വേർഡ് ഡിസൈപ്പിൾ ഈസ് എ ലേണർ ഓർ എ ഫോളോവർ ഓർ എ സ്റ്റുഡൻറ്റ്. ഹൂ ഈസ് എ ഡിസൈപ്പിൾ? വൺ ഹൂ ഫോളോസ് ദ മാസ്റ്റർ, ഓർ വൺ ഹൂ ഹാസ് എ മാസ്റ്റർ ഈസ് എ ഡിസൈപ്പിൾ. ഓക്കെ, അടുത്തത് വിവിധ തരം ശിഷ്യന്മാർ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈപ്പിൾസ്. പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും ശിഷ്യൻ എന്നത് വിശ്വാസി എന്നതിൻ്റെ ഒരു പര്യായ പദമാണ് എന്ന് നമുക്കറിയാം. ശിഷ്യൻ എന്നത് വിശ്വാസി എന്നുള്ളതിൻ്റെ മറ്റൊരു പേരായിട്ട് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തികൾ 6:1-7 വായിക്കുമ്പോൾ അവിടെ 6:1 നാം വായിക്കുന്നു, അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, അല്ലെ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ. അവിടെ പറയുന്ന ശിഷ്യന്മാരാരാണ്? വിശ്വാസികൾ. ആ അർത്ഥത്തിലാണ് അവിടെ ലൂക്കോസ് അത് ഉപയോഗിക്കുന്നത്. 6:7 നാം വായിക്കുന്നു, ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പോൾ ആരാണ് ശിഷ്യൻ? ആ വാക്യത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ
ക്രിസ്തു വിശ്വാസത്തിന് അധീനരായവരെ എല്ലാം പൊതുവായി അപ്പോസ്തല പ്രവൃത്തികളിൽ ശിഷ്യന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇൻ എ ജനറൽ സെൻസ് ഓൾ ബിലീവേഴ്സ് ആർ ഡിസൈപ്പിൾസ്, ഇൻ എ ജനറൽ സെൻസ്. എന്നാൽ ഈ സുവിശേഷങ്ങൾ നാം ശ്രദ്ധിച്ച് വായിച്ചാൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈപ്പിൾസ്. പലതരം ശിഷ്യന്മാർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വാസ്തവത്തിൽ 3 തരം ശിഷ്യന്മാരെക്കുറിച്ച് എങ്കിലും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ, ഒരു പശ്ചാത്തലം ഉണ്ടാക്കാൻ, ഈ ശിഷ്യന്മാരെ 3ആയിട്ടൊക്കെ തിരിക്കാമോ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വാസ്തവത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പൗലോസ് മുഴുവൻ മാനവരാശിയെ 3ആയിട്ട് തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 2:14 പൗലോസ് അവിടെ ഒരു വാക്കുപയോഗിക്കുന്നു, പ്രാകൃത മനുഷ്യൻ, ഇംഗ്ലീഷിൽ നാച്ചുറൽ മാൻ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നാച്ചുറൽ മാൻ ഈസ് ആൻ അൺബിലീവർ. അവിശ്വാസിയെ കുറിക്കാനാണ് അവിടെ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അവൻ്റെ എല്ലാ മനുഷ്യർക്കും ഒരു നേച്ചറുണ്ട്, ഹ്യൂമൻ നേച്ചറുണ്ട്. അതിനെയാണ് പലപ്പോഴും നമ്മൾ ജഡം എന്ന് വിളിക്കുന്നത്. ആ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന അവിശ്വാസിയാണ് നാച്ചുറൽ മാൻ എന്ന് പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 2:14. 2:15 മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നു, ആത്മീകൻ. ഇനി 1 കൊരിന്ത്യർ 3:1, ഇത് 3 അടുത്തടുത്ത് വരുന്ന വാക്യങ്ങളാണ്. 3:1 ഒരാളെക്കുറിച്ച് പറയുന്നത് അതാണ് ജഡികൻ. നാച്ചുറൽ മാൻ, സ്പിരിച്വൽ മാൻ ആൻഡ് കാർണൽ മാൻ. ഇങ്ങനൊരു വിഭജനം പൗലോസ് നടത്തുന്നുണ്ട്. മറ്റൊരു വിഭജനം വേറെ നടത്തുന്നുണ്ട്, യഹൂദനും അതുപോലെ തന്നെ ജാതിയും ദൈവസഭയും എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൊത്തം മാനവരാശിയെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. 1 സ്വാഭാവിക മനുഷ്യൻ, അല്ലെ പ്രാകൃത മനുഷ്യൻ. 2 ആത്മീകൻ. 3 ജഡികൻ. എന്താണ് ഈ ആത്മീകനും ജഡികനും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം. അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം, മറ്റേതിനൊരു പശ്ചാത്തലം ഒരുക്കാൻ. 2 പേരും വിശ്വാസികളാണ്. ആത്മീകരും ജഡികരും ഒരുപോലെ വിശ്വാസികളാണ്. എന്നാൽ ജഡികൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ മിക്ക സമയവും ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. വിശ്വാസിയാണെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ മിക്ക സമയവും ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് ആര്? ജഡികൻ. ആത്മീകൻ എന്ന് പറഞ്ഞാൽ ആരും 100% ആത്മീകരായി ആരും ജീവിക്കുന്നില്ല. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ മിക്ക സമയവും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനെയാണ് ആത്മികൻ എന്ന് ബൈബിൾ വിളിക്കുന്നത്. അത്രയുമേ ഉള്ളൂ അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇങ്ങനൊരു വിഭജനം പൗലോസ് നടത്തുന്നുണ്ട്. ഏതാണ്ട് ഇതിന് സമാനമായൊരു വിഭജനം സുവിശേഷങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിലേക്ക് വരാം. 1-ാമത്തെ തലക്കെട്ട് ഫോൾസ് ഡിസൈപ്പിൾസ്, വ്യാജ ശിഷ്യന്മാർ. 3 തരം ശിഷ്യന്മാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ 1-ാമത്തേത് വ്യാജ ശിഷ്യന്മാർ. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആരാണ് വ്യാജ ശിഷ്യന്മാർ? ആ പേരിൽ തന്നെ വ്യക്തമാണല്ലോ. ശിഷ്യന്മാരാണെന്ന് അവകാശപ്പെട്ടും അഭിനയിച്ചും അല്ലെങ്കിൽ അഭിമാനിച്ചുമൊക്കെ ജീവിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധമില്ല. അവരെയാണ് വ്യാജ ശിഷ്യന്മാർ എന്ന് വിളിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവരെ ശിഷ്യന്മാരെന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കൊരു ക്രിസ്തീയ നാമമുണ്ട്. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഏതെങ്കിലും പള്ളിയുടെ രജിസ്റ്ററിൽ അവരുടെ പേരുണ്ട്. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ റിലിജ്യൻ എന്നുള്ളിടത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യൻ എന്നാണ്. അതുകൊണ്ട് അവരും ക്രിസ്ത്യാനികളാണെന്ന് തെറ്റിദ്ധരിച്ച് മുടങ്ങാതെ പള്ളിയിൽ പോയി അല്ലെങ്കിൽ യോഗത്തിന് പോയൊക്കെ അങ്ങനെ ജീവിച്ചു പോരുകയാണ്. ഇന്ന് നാം അവരെ നോമിനൽ ക്രിസ്ത്യൻസ് എന്നൊക്കെ വിളിക്കും. എന്നാൽ ശിഷ്യത്വത്തിൻ്റെ അതോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു കോൾ ദം ഫോൾസ് ഡിസൈപ്പിൾസ്. സോ ദേ ആർ disciples only by name, and they are not at all true disciples or disciples of Christ. They don't have any relationship with Jesus Christ. അങ്ങനെയുള്ളവർ കർത്താവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. തെളിവുണ്ടോ? ആ 2 വാക്യം നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 66 വരെയുള്ള വാക്യങ്ങളാണ് വിശദമായി പറയുന്നത്. എല്ലാം വായിക്കണ്ട. 6:60 മാത്രം ആദ്യം ഒന്ന് വായിക്കാം. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം. അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇതാർക്ക് കേൾപ്പാൻ അല്ലെ ഗ്രഹിപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവരെ ശിഷ്യന്മാരെന്നാണ് വാസ്തവത്തിൽ യോഹന്നാൻ
ദയാപുരസ്സരം വിളിച്ചിരിക്കുന്നത്. എന്താണ് കാരണം എന്നറിയാമോ? അവരെപ്പോഴും യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ദേ ആർ ഫിസിക്കലി ഫോളോയിങ് ദ ലോർഡ് ജീസസ്, നോട്ട് സ്പിരിച്വലി ഫോളോയിങ്, ഫിസിക്കലി. അങ്ങനെ ക്രിസ്തുവിൻ്റെ പിന്നാലെ അങ്ങ് നടക്കുകയാണ്. നമുക്കറിയാമല്ലോ, കർത്താവ് എവിടെ പോയാലും ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ കാണും. അങ്ങനെ കുറേ നാളുകളായിട്ട് അവർ നടക്കുകയാണ്. നാട്ടുകാരുടെ മുമ്പിൽ അവർ ശിഷ്യന്മാരാണ്. എന്നാൽ അവർ ശിഷ്യന്മാരല്ല എന്നുള്ളത് ക്രമേണ വെളിപ്പെട്ടു വന്നു. എങ്ങനെ? കർത്താവ് ആദ്യം അവർ നടക്കുമ്പോൾ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല. എല്ലാവരും നടക്കുന്നു. പുരുഷാരവും ഉണ്ട്, അപ്പോസ്തലന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, നടക്കുകയാണ്. എന്നാൽ ക്രമേണ കർത്താവ് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളൊക്കെ ഓരോന്നായിട്ട് പറയാൻ ആരംഭിച്ചു. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ദിസ് ഈസ് എ ഹാർഡ് സേയിങ്. ഇത് കഠിനവാക്കാണ്. ഇത് ആർക്ക് ഗ്രഹിപ്പാൻ കഴിയും? ആർക്കനുസരിപ്പാൻ കഴിയും? അങ്ങനെ വിമർശിച്ചു എന്ന് മാത്രമല്ല, അവരെക്കുറിച്ച് അതേ അധ്യായത്തിൻ്റെ 66-ാം വാക്യത്തിൽ യോഹന്നാൻ എന്താണ് എഴുതിയിരിക്കുന്നത്? അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവരോടുകൂടെ സഞ്ചരിച്ചില്ല. ശ്രദ്ധിക്കുക, അന്നു മുതൽ അവൻ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. അപ്പോൾ അവർ ശിഷ്യന്മാരായിരുന്നുവോ? അല്ല. ശിഷ്യന്മാരാണെന്ന് അഭിനയിച്ച് കൂടെ നടന്നുവെന്ന് മാത്രം. എന്നാൽ അവർ വാസ്തവത്തിൽ ശിഷ്യന്മാർ അല്ലായിരുന്നു. ബാക്കിയുള്ളവർ അനുഗമിച്ചു. കർത്താവിൻ്റെ വാക്ക് കഠിനവാക്കെന്ന് പറഞ്ഞ് പിന്മാറിപ്പോയവർ വാസ്തവത്തിൽ ശിഷ്യന്മാർ അല്ലായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ കാലത്തും ഉണ്ട് ഈ വ്യാജ ശിഷ്യന്മാർ, ഉണ്ട് എന്നുള്ള സംശയമില്ല. ഇന്നും ഉണ്ട് ധാരാളം. നമുക്കറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ഈ സുവിശേഷം പറയാൻ വേണ്ടി ഈ ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം, ഈ ചില ക്രൈസ്തവ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരോടുള്ള സംഭാഷണമൊക്കെ വളരെ രസകരമാണ്. ഒരിക്കൽ ഈ എക്സാമ്പിൾ ഇന്ത്യൻ കോണ്ടസ്റ്റിലെ എക്സാമ്പിൾ ആണോ എന്ന് എനിക്കറിയുകയില്ല, മേ ബി ആയിരിക്കാം. ഒരിക്കൽ ഒരാൾ കേരളത്തിലെ എക്സാമ്പിൾ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ പല എക്സാമ്പിൾസ് എൻ്റെ മനസ്സിൽ വരുന്നു, ഞാൻ ഒന്ന് കേരളത്തിലെ എക്സാമ്പിൾ തന്നെ പറയാം. ഒരിക്കൽ ഒരു സുവിശേഷകൻ ഏതോ വീട്ടിൽ ചെന്ന് ഒരു യുവാവിനോട് ചോദിച്ചു, നീ ആർ യു എ ബോൺ അഗെയിൻ പേഴ്സൺ? നീ ഒരു വീണ്ടും ജനിച്ച വ്യക്തിയാണോ, ക്രിസ്ത്യാനിയാണോ? അവൻ വളരെ കൂളായിട്ട് പറഞ്ഞു, യെസ്, ഐ എം എ ബോൺ അഗെയിൻ പേഴ്സൺ, ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം തോന്നില്ല. എങ്ങനെയാണ്, എന്നാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ താൻ പറഞ്ഞ ഒരു വലിയ കഥയാണത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി, വലിയ കഥയാണെങ്കിലും ഒന്ന് കേൾക്കണമല്ലോ, എങ്ങനെയാണ് നീ ബോൺ അഗെയിൻ ആയത്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം ഒരു ഹൈന്ദവനായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഹൈന്ദവനായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായി തീർന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഹൈന്ദവനായിരുന്നു, അദ്ദേഹം ക്രിസ്ത്യാനിയായി തീർന്നു. അതിനുശേഷമാണ് എൻ്റെ പിതാവ് ജനിച്ചത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് എ ബോൺ ക്രിസ്ത്യൻ, ബട്ട് മൈ ഫാദർ വാസ് എ ബോൺ ക്രിസ്ത്യൻ. സോ ഐ ആം എ ബോൺ എഗെയിൻ ക്രിസ്ത്യൻ. എങ്ങനെയുണ്ട് ലോജിക്ക്? എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു he was not a born Christian, he was a Hindu. എന്നാൽ എൻ്റെ പിതാവോ ക്രിസ്ത്യാനിയായി തീർന്ന വല്യപ്പച്ചനുണ്ടായ മകനാണ്. അതുകൊണ്ട് അത് ബോൺ ക്രിസ്ത്യനാണ്. ഞാൻ എൻ്റെ പിതാവിനുണ്ടായ മകനായതുകൊണ്ട് ഐ എം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പല ഫണ്ണി ആൻസേഴ്സ് നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ സാധിക്കും. നമുക്കറിയാം അതിനകത്തൊന്നും ഇത് അതുകൊണ്ട് അവൻ ബോൺ അഗെയിൻ അല്ലെന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പല തെറ്റിദ്ധാരണകളിൽ വീണ്ടും ജനിച്ചവരാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകർ ഉണ്ട്. ഞാൻ ഉദാഹരണങ്ങൾ നീട്ടുന്നില്ല. ഒന്നാമത്തേത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ രണ്ടാമത്തേതാണ് നാം അല്പം കൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ഫോൾട്ടി ഡിസൈപ്പിൾസ്, FAULTY, ഫോൾട്ടി ഡിസൈപ്പിൾസ്, അല്ലെങ്കിൽ അതിന് മലയാളം പറഞ്ഞാൽ വികല ശിഷ്യന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ കോയിൻ ചെയ്തൊരു പദമാണ്. ഇതൊന്നും ബൈബിളിൽ അതുപോലെയില്ല, സാധാരണ ക്രിസ്തീയ പുസ്തകങ്ങളിൽ അത് കാണുകയില്ല. ഫോൾട്ടി ഡിസൈപ്പിൾസ്. ഇതാരാണ് ഈ ഫോൾട്ടി ഡിസൈപ്പിൾസ്? ഇവർ വാസ്തവത്തിൽ വിശ്വാസികളാണ്. ജഡികന്മാരെക്കുറിച്ച് പൗലോസ് പറഞ്ഞതുപോലെ അവർ വിശ്വാസികളാണ്. എന്നാൽ ആത്മീകമായി വളർച്ച പ്രാപിക്കാത്തവരാണ് ഇവർ. ആത്മീകമായിട്ടൊട്ടും വളർന്നിട്ടില്ല. രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, എല്ലാ ആഴ്ചയും വന്ന് കർത്താവിൻ്റെ അത്താഴത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്, അങ്ങനെ പോകുന്നവരാണ്. പക്ഷേ they have not started fulfilling any of the conditions of true discipleship. They have not started growing in their life. അങ്ങനെയുള്ളവരെയാണ് ഫോൾട്ടി ഡിസൈപ്പിൾസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളവർ കർത്താവിൻ്റെ കാലത്തല്ല, ഇന്നും ധാരാളം ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അവരെക്കുറിച്ച് എബ്രായ ലേഖനത്തിലൊരു സൂചനയുണ്ട്. എബ്രായർ 5:12 എബ്രായ ലേഖനകാരൻ ഇങ്ങനെ പറയുന്നു,
കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. നോക്കുക, കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ആരാകണം? ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ് എന്നുള്ളതാണ് ആ എബ്രായ ലേഖനകാരൻ അവിടെ പറയുന്നത്. നിങ്ങൾക്ക് പാലത്രേ ആവശ്യമായിരിക്കുന്നത്. കട്ടിയായിട്ടുള്ള ആഹാരം നിങ്ങൾക്ക് കഴിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീക പക്വത എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് ആത്മീക വളർച്ചയില്ലാതെ നിന്ന് നമ്മുടെ സഭകളിൽ പലപ്പോഴും അനേകർ അങ്ങ് സീനിയേഴ്സ് ആകുകയാണ്. അവരുടെ ആത്മീകമായ പ്രായം കൂടിക്കൂടി വരുന്നുണ്ട്. അവർ സീനിയേഴ്സാണ്. പലരും പറയാറുള്ളൂ, ഞാൻ 50 വർഷമായിട്ട് അപ്പം മുറിക്കുന്ന ആളാണ്. അതിലൊക്കെ അഭിമാനം കൊള്ളുന്നവരുണ്ട്. നമ്മുടെ ചില സഭകളൊക്കെ ചെറിയ സഭകളാണ്, ഒരർത്ഥത്തിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ചില സ്ഥലങ്ങളിലൊക്കെ വളരെ വലിയ സഭകളുമുണ്ട്. 300-400 പേരൊക്കെ കൂടി വരുന്ന ചുരുക്കം ചില സഭകളൊക്കെ ഉണ്ട്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അവിടെയൊക്കെയുള്ള ചില സഹോദരന്മാരെയൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന ഒരു സങ്കടകരമായ വസ്തുതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അത് ബാധകമാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ബാധകമായിരിക്കാം. ഈ വലിയ സഭകളിലൊക്കെ പോയി അവിടെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലേ. ധാരാളം പേര് യോഗത്തിന് വരാനുണ്ട്. നമ്മളും ആ വലിയ സഭയുടെ മെമ്പറാണെന്നൊക്കെ പറയുന്നതിലൊരു അഭിമാനമുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു മറുവശം കൂടെ അറിഞ്ഞിരിക്കണം. പല വലിയ സഭകളിലും ഈ മുൻനിരയിലിരിക്കുന്ന 2-3 നിരയിലിരിക്കുന്ന കുറച്ച് സഹോദരന്മാർ, ഞാൻ സഹോദരിമാരുടെ കാര്യമല്ല, സഹോദരന്മാരുടെ കാര്യമാണ് പറയുന്നത്, സഹോദരിമാർ വിഷമിക്കേണ്ട. അപ്പോൾ ഈ മുൻനിരയിലെ 2-3 നിരയിലിരിക്കുന്ന കുറച്ച് സഹോദരന്മാരുണ്ട്. അവർ തന്നെയാണ് എല്ലാ ഞായറാഴ്ചയും പാട്ടെടുക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും പ്രബോധനം പറയുന്നതും പിന്നെ സ്ഥിരമായിട്ട് അപ്പത്തിന് സ്തോത്രം ചെയ്യുന്നതിനൊക്കെ ആരോ അസൈൻ ചെയ്ത പോലെ നമുക്ക് തോന്നിപ്പോവും. ഇവർ തന്നെയാണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അവരത് ചെയ്യട്ടെ. എന്നാൽ അവിടെ ഏതാണ്ട് 200-300 സഹോദരന്മാർ ബാക്കിൽ ഇരിപ്പുണ്ട്. അവർ പലപ്പോഴും കടന്നു വന്ന് ഏറെക്കുറെ നിശബ്ദരായിട്ടിരുന്നിട്ട് അങ്ങ് പോവുകയാണ്. ആരാധന കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ശരിയല്ല, എങ്കിലും ഞാൻ അങ്ങ് പറയുകയാണ്, അങ്ങനെ പോവുകയാണ്. കാരണം പാട്ട് പാടാൻ ആളുണ്ട്, വലിയ സഭയല്ലേ. അപ്പോൾ നമ്മൾ വലിയ ഉച്ചത്തിലൊന്നും പാടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ ആമേൻ പറയുന്ന സ്വഭാവം ഒക്കെ നമുക്ക് പലപ്പോഴും ഇല്ല. അതുകൊണ്ട് ആമേൻ പറയാനും പാട്ട് പാടാനും ഒന്നും വാ തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഏറെക്കുറെ വാ തുറക്കാതെ തന്നെ വന്നിരുന്നിട്ട് പോകുന്നവരാണ്. പിന്നെ ദോഷം പറയരുതല്ലോ, അവരെ 2 നേരം വാ തുറക്കുന്നുണ്ട്. എന്തിനൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് അപ്പം തിന്നാനും മറ്റൊന്ന് വീഞ്ഞ് കുടിക്കാനും. അപ്പോൾ അപ്പം തിന്നാനും വീഞ്ഞ് കുടിക്കാനും മാത്രം വാ തുറന്നുകൊണ്ട് ബാക്കി ഒരു കാര്യത്തിനും വാ തുറക്കാതെ, ഒരു കാര്യത്തിലും പങ്കാളികളാകാതെ അനേക വർഷങ്ങളായി, ദിവസങ്ങളല്ല വർഷങ്ങളായി ആ സഭയിലെ സ്ഥിരാംഗങ്ങളായി കഴിയുന്നവരുണ്ട്. ഇവരെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ശിഷ്യന്മാരാണ് ഒരർത്ഥത്തിൽ, പക്ഷേ ദേ ക്യാൻ ബി കോൾഡ് ഓൺലി ഫോൾട്ടി ഡിസൈപ്പിൾസ്. ഇതാണ് വികല ശിഷ്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് വലിയ സഭകളിലെ മാത്രം പ്രശ്നമാണെന്ന്. ശരി, നിങ്ങളാരെങ്കിലും ഒരു വികല ശിഷ്യനെ കണ്ടിട്ടുണ്ടോ ഇതുവരെ? വികല ശിഷ്യനെയൊക്കെ ഞാൻ പറയുമ്പോൾ ഏതോ ഒരു വിചിത്ര ജീവിയാണ് എന്നൊന്നും ചിന്തിക്കരുത്. ആരും കണ്ടിട്ടില്ലെങ്കിൽ കാണാനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ആ മുഖം നോക്കുന്ന കണ്ണാടി എടുത്തൊന്ന് നോക്കിയാൽ മതി. ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത് പലപ്പോഴും, ഞാൻ എന്നെക്കുറിച്ച് ചേർത്ത് പറയുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും, എപ്പോഴുമല്ല പലപ്പോഴും നാമൊക്കെ ഈ വികല ശിഷ്യന്മാരായി ജീവിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ കൂട്ടർ, ഫോൾട്ടി ഡിസൈപ്പിൾസ്. സോ ദേ ആർ ബിലീവേഴ്സ് ബട്ട് ദേ ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് ഗ്രോയിങ് ഇൻ ദെയർ സ്പിരിച്വൽ ലൈഫ്. ഇനി മൂന്നാമത്തെ കൂട്ടർ, അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. അവരെ 2 നിലയിൽ വിളിക്കാൻ കഴിയും. ഞാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇതൊക്കെ ഒരു റൈമിംഗ് ആയിട്ട് പറയാൻ സുഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ LIF-ൽ പറയുന്നത്. ഫോൾസ് ഡിസൈപ്പിൾസ്, ഫോൾട്ടി ഡിസൈപ്പിൾസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ഡിസൈപ്പിൾസ് ഓർ ട്രൂ ഡിസൈപ്പിൾസ്, അല്ലെങ്കിൽ യഥാർത്ഥ ശിഷ്യന്മാർ. യഥാർത്ഥ ശിഷ്യന്മാരുടെ മറ്റൊരു പേരാണ് വിശ്വസ്ത ശിഷ്യന്മാർ. അപ്പോൾ ആരാണ് ഈ വിശ്വസ്ത ശിഷ്യന്മാർ? അതും കർത്താവിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വാസ്തവത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരെല്ലാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്, അവർ വിശ്വാസികളാണ്. എന്നാൽ എല്ലാവരും ട്രൂ ഡിസൈപ്പിൾസ് ആണ്. ശിഷ്യന്മാരെ ഇങ്ങനെ വകതിരിക്കുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർ ഇവിടെയും കാണുമായിരിക്കും. അതൊരു എനിക്കൊരു വിഷയമല്ല. എന്നാൽ ബൈബിൾ ഈസ് ക്ലാസിഫൈങ് ദം ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്.
സോ ദാറ്റ് വി ഹാവ് ടു അഡ്മിറ്റ് ആൻഡ് അക്സെപ്റ്റ്. ആരാണ് യഥാർത്ഥ ശിഷ്യൻ? വാസ്തവത്തിൽ ശിഷ്യത്വത്തിൽ ഇങ്ങനൊരു വിഭജനം ഉണ്ടെന്ന് ഏതാണ്ട് ഒരു 24 വർഷം മുമ്പാണ് ഞാൻ മനസ്സിലാക്കിയത്. വാസ്തവം ഞാൻ വേലയ്ക്ക് ഇറങ്ങുന്ന ആദ്യകാലത്ത് പഠിച്ചൊരു വിഷയമാണിത്. പിന്നെ ഇടക്കാലത്ത് അധികം നാളൊന്നും പ്രസംഗിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇപ്രാവശ്യം ഈ വിഷയം തന്നെ എടുക്കാൻ എന്നോട് പറയുന്നത് എനിക്കും നന്നായി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ഈ വിഷയം അങ്ങനെ എടുത്തിട്ടുമില്ല. ഞാനിത് മനസ്സിലാക്കിയത് ഒരു ദിവസം യാദൃച്ഛികമായിട്ട് ഞാൻ എൻ്റെ മോർണിംഗ് ക്വൈറ്റ് ടൈം എടുക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്നു. ആ 31-ാം വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ശ്രദ്ധയെ വളരെ ഉടക്കി. എനിക്ക് പിന്നെ അങ്ങോട്ട് വായിക്കാൻ കഴിഞ്ഞില്ല. ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 8:31. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. നമ്മൾ സാധാരണ വളരെ കാഷ്വലായി വായിച്ചു പോകുന്നൊരു വാക്യമാണ്. ആ വാക്യം ശ്രദ്ധിക്കണം. ഞാൻ ഈ വാക്യം അതിനു മുമ്പ് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഈ 31, 32 എല്ലാം കർത്താവ് അവിശ്വാസികളോട് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് ഞാൻ അന്ന് വരെ ധരിച്ചു വെച്ചിരുന്നത്. അവിശ്വാസികളോട് കർത്താവ് സംസാരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ 31-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഇത് വിശ്വാസികളോടാണോ അവിശ്വാസികളോടാണോ പറഞ്ഞത്? ഒന്ന് നോക്കി പറഞ്ഞേ. ആരോടാ? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്. ചില നമ്മുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പോലും ഞാൻ ഈ പറയുന്ന വ്യാഖ്യാനം അംഗീകരിക്കുന്നതെന്ന് എനിക്കറിയാം. അവർ പറയുന്നത് അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനല്ല. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുന്നത് ഏതാണ്ട് സുവിശേഷം എഴുതുന്നത് AD 85-ലാണല്ലോ. ആ പഴയ സംഭവം ദൈവാത്മ പ്രേരണയിൽ എഴുതുകയാണ്. ഇത് കേവലം അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ യോഹന്നാൻ 6:60 പറഞ്ഞ പോലെ തനിക്കിവിടെ പറയാമായിരുന്നു. അങ്ങനല്ല, ശരിക്കും വിശ്വസിച്ചവർ തന്നെയാണ്. അവരോടെന്താണ് പറയുന്നത്? ശ്രദ്ധിക്കണം. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, ഇറ്റ്സ് എ കണ്ടീഷണൽ ക്ലോസ്, എങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. യു ആർ മൈ ഡിസൈപ്പിൾസ് ഇൻഡീഡ്. John 8:31. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? കർത്താവ്, നിങ്ങൾ വിശ്വസിച്ചു എന്നുള്ളത് ശരിയാണ്, ഒരർത്ഥത്തിൽ നിങ്ങൾ ശിഷ്യന്മാരാണ്. ബട്ട് യു ഹാവ് ടു അബൈഡ് ഇൻ മൈ വേർഡ്, ദെൻ ഓൺലി യു വിൽ ബിക്കം മൈ ട്രൂ ഡിസൈപ്പിൾസ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. പിന്നെ നമുക്കറിയാം, അതൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പിന്നെ വലിയ ഡിബേറ്റൊക്കെ നടക്കുകയാണ് അങ്ങോട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ. അത് വേറൊരു വിഷയം. അപ്പോൾ കർത്താവ് ഇവിടെ എന്താണ് പറഞ്ഞു വരുന്നത്? അവർ വിശ്വസിച്ചു. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി അംഗീകരിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. എന്നാൽ അത് കഴിഞ്ഞ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ആ പാത ചൂണ്ടിക്കാണിക്കുമ്പോൾ പലപ്പോഴും പലരും അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത് അനുസരിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ശിഷ്യനായി തീരാൻ കഴിയുള്ളൂ. ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ, യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ ഓരോന്നായിട്ട് ഇന്ന് പറ്റുമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയും, നാളെ കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. ആ വ്യവസ്ഥകൾ പാലിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യന്മാർ. രക്ഷിക്കപ്പെട്ടവരെല്ലാം ശിഷ്യന്മാരാണ്. ബട്ട് ഹൂ ഈസ് എ ട്രൂ ഡിസൈപ്പിൾ? എ ട്രൂ ഡിസൈപ്പിൾ ഈസ് one who tries to fulfill all the conditions of true discipleship. യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അവരെ മാത്രമേ യഥാർത്ഥ ശിഷ്യന്മാരെന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. ശരി, മത്തായി സുവിശേഷത്തിലെ ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ I would like to give a practical definition of a true disciple. ആരാണ് യഥാർത്ഥ ശിഷ്യൻ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആദ്യകാല ശിഷ്യന്മാരുടെ ജീവിതവും കർത്താവിൻ്റെ ചില കൽപ്പനകളും ഒക്കെ ചേർത്ത് ചിന്തിച്ചാൽ എല്ലാം മത്തായി സുവിശേഷത്തിൽ തന്നെ ഉണ്ട്. ഒരു യഥാർത്ഥ ശിഷ്യൻ ആരാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു 3 വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. പറ്റുമെങ്കിൽ എടുത്ത് വായിക്കാം. മത്തായി 4:19-20 തൻ്റെ ആദ്യകാല ശിഷ്യന്മാരെക്കുറിച്ച് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മത്തായി 4:19-20. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടിട്ട് അവനെ അനുഗമിച്ചു. അവസാനത്തെ വാക്ക് ശ്രദ്ധിക്കുക, അനുഗമിച്ചു. They followed the Lord Jesus. Matthew 4:19 and 20. അവർ വല വിട്ടിട്ട് അവനെ അനുഗമിച്ചു. So who is a true disciple? A true disciple is one who follows the master daily. കർത്താവ് ശിഷ്യന്മാർ ദിവസം തോറും അവനെ അനുഗമിക്കുന്നവരായിരുന്നു. തീർന്നില്ല. മാത്യു 11:29. മത്തായി 11:29 ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. എന്നോട് പഠിപ്പീൻ. അവിടെ പഠിപ്പീൻ എന്ന തർജ്ജമ ചെയ്തിരിക്കുന്ന പദം മൂലഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്താൽ എൻ്റെ ശിഷ്യനാകുവിൻ എന്നും തർജ്ജമ ചെയ്യാം. 2 ആശയമുണ്ട്. ശിഷ്യനാരാണ്? പഠിക്കുന്നവനാണ്. സോ ഹൂ ഈസ് എ ട്രൂ ഡിസൈപ്പിൾ?
എ ട്രൂ ഡിസൈപ്പിൾ ഈസ് വൺ ഹൂ ലേൺസ് ഫ്രം ദ മാസ്റ്റർ ഡെയിലി. എൻ്റെ നുകം ഏറ്റുകൊണ്ട്, അക്സെപ്റ്റിംഗ് മൈ ലോഡ്ഷിപ്പ്, ക്രിസ്തുവിൻ്റെ കർത്തൃത്വം സ്വീകരിച്ചുകൊണ്ട് ഈ ഗുരുവിൽ നിന്ന് ദിനംതോറും പഠിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. മത്തായി 11:25 കൂടെ നോക്കാം. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെയാകുന്നത് ദാസനും മതി. So this is the climax of discipleship. This is the ultimate goal of discipleship. Matthew 10:25. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. It is enough for the disciple to be like his master or teacher. ഗുരുവിനെ പോലെ ആത്യന്തികമായി ആയിത്തീരുക. ഈ 3 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ നിർവചനം ഉണ്ടാക്കിയാൽ ഇങ്ങനെ പറയാൻ സാധിക്കും. ആരാണ് യഥാർത്ഥ ശിഷ്യൻ? യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദിനംതോറും യേശുവിനെ അനുഗമിക്കുന്നവൻ, ദിനംതോറും ഗുരുവിൽ നിന്ന് പഠിക്കുന്നവൻ, അതുപോലെ ദിനംതോറും ഗുരുവിനെ പോലെ ആകാൻ പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. അതൊരു പ്രായോഗിക നിർവചനമായിട്ട് ഞാൻ തന്നതാണ്. അപ്പോൾ ശിഷ്യനും യഥാർത്ഥ ശിഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ ഗുരുവിനെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് അനുദിനം അവനെ അനുഗമിക്കുന്നവനും, ക്രിസ്തുവിൽ നിന്ന് ദിനംതോറും പഠിക്കുന്നവനും, അങ്ങനെ പഠിച്ച് തൻ്റെ ഗുരുവായ ക്രിസ്തുവിനെ പോലെ ആകുവാൻ ദിനംതോറും പരിശ്രമിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. പരിശ്രമിക്കുകയും ചെയ്യുന്നവൻ. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് ആ പെർഫെക്ഷനിലെത്തുമ്പോഴല്ല ഒരുവൻ ട്രൂ ഡിസൈപ്പിൾ ആകുന്നത്. ബട്ട് ഹൂവർ ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ തന്നെ പറയാം, അപ്പോൾ അത് മനസ്സിലാകും. ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങളൊന്നും മറക്കരുത്. ഈ പല വേദോസ്തവത്തിലെ പല ഗഹനമായ ആശയങ്ങളും നമുക്ക് ചില ലളിതമായ ഉദാഹരണങ്ങൾ കൂടെ വിശദീകരിക്കാൻ കഴിയും. ഇങ്ങനെ ചിന്തിക്കുക, ശിഷ്യത്വം എന്നുള്ളത് നിൽക്കട്ടെ, സ്റ്റുഡൻ്റ് എന്നുള്ള വാക്കെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അർത്ഥത്തിൽ സ്റ്റുഡൻ്റാണ്. ഇനി ചോദ്യം നിങ്ങളോടാണ്, ഒരു വ്യക്തി എപ്പോഴാണ് സ്റ്റുഡൻ്റായിത്തീരുന്നത്? സ്റ്റുഡൻസ് ആരും അധികം ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇത് സീനിയർ സിറ്റിസൺസിൻ്റെ മീറ്റിംഗ് ഒന്നും അല്ലല്ലേ? ഞാൻ ചെറുപ്പക്കാരെയൊന്നും അധികം കാണുന്നില്ല. എപ്പോഴാണ് ഒരാൾ സ്റ്റുഡൻ്റായിത്തീരുന്നത്, ഒരു വിദ്യാർത്ഥിയായിത്തീരുന്നത്? ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ പരസ്യം കണ്ട് അവിടെ അപ്ലൈ ചെയ്ത്, ഇന്നാണെങ്കിൽ എല്ലായിടത്തും ഈ എൻട്രൻസ് ടെസ്റ്റുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. ഓക്കെ, അതെല്ലാം പാസ്സായി എന്ന് സങ്കല്പിക്കുക. അത് കഴിയുമ്പോൾ അവർ പറയും ഫീസ് അടയ്ക്കണം. അങ്ങനെ എല്ലാ ടെസ്റ്റുകളെല്ലാം പാസ്സായി ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ഫീസ് അടയ്ക്കുന്ന ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ എന്തു ചെയ്യും? നമ്മുടെ പേര്, ആ വ്യക്തിയുടെ പേര് ആ സ്കൂളിൻ്റെ, കോളേജിൻ്റെ രജിസ്റ്ററിൽ അവർ എഴുതി വെക്കും. രജിസ്റ്ററിൽ പേരെഴുതിയാൽ ആ സെക്കൻഡിൽ തന്നെ ആ വ്യക്തി ഒരു സ്റ്റുഡൻ്റായി തീർന്നു. അതാണ് സ്റ്റുഡൻ്റ് ആകാനുള്ള സ്റ്റെപ്പ്. ശരി, ഇനിയും എൻ്റെ ചോദ്യം, എപ്പോഴാണ് ഈ സ്റ്റുഡൻ്റ് ഒരു ട്രൂ സ്റ്റുഡൻ്റ് ആകുന്നത്? രജിസ്റ്ററിൽ പേരുണ്ടെങ്കിൽ പേരുള്ളവരെല്ലാം ട്രൂ സ്റ്റുഡൻസ് ആണോ? ഞാൻ ദീർഘവർഷങ്ങൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ച ആളാണ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അന്നൊക്കെ അവിടെ ഇന്നത്തേൻ്റെ അത്രയൊന്നും സ്ട്രിക്റ്റ് ഒന്നുമല്ല, ഗവൺമെൻറ് കോളേജല്ലേ. അവിടെ പലപ്പോഴും പല കുട്ടികളും ക്ലാസ്സിൽ കയറുകയില്ല. ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് ടീച്ചേഴ്സും അതൊരു ബോധറേഷനല്ല. വന്നാൽ വന്നു, വന്നില്ലെങ്കിലില്ല, ഒരു വിഷയവുമില്ല. പലരും സ്കൂളിൽ കോളേജിൽ വരും, പിന്നെ അവിടെ നല്ലൊരു ക്യാൻറ്റീനുണ്ട്, കുട്ടികൾ പലരും ക്യാൻറ്റീനിലൊക്കെ പോയിരിക്കും, ചില ക്ലാസ്സുകളിലൊക്കെ കയറും. പക്ഷേ അവരുടെ പേരെന്താണ്? സ്റ്റുഡൻ്റ് എന്നാണ്. എന്തുകൊണ്ട്? രജിസ്റ്ററിൽ പേരുണ്ട്. പിന്നെ അറ്റൻഡൻസ് 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെൻ്റ് ആയാൽ ചിലപ്പം പേര് വെട്ടിക്കളയും. അതിന് സാഹചര്യം ഉണ്ടാക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ കയറും. ഒരു സ്റ്റുഡൻ്റാണോ? സ്റ്റുഡൻ്റാണ്. ട്രൂ സ്റ്റുഡൻ്റാണോ? അല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ ട്രൂ സ്റ്റുഡൻ്റ് ആകുന്നത്? ട്രൂ സ്റ്റുഡൻ്റ് ആകണമെങ്കിൽ രജിസ്റ്ററിൽ പേരുണ്ടായാൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? ആ വിദ്യാർത്ഥി എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണം, അറ്റൻഡ് ചെയ്യണം. പിന്നെ അസൈൻമെൻറ്റൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹോംവർക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് വരണം. ടെസ്റ്റുകളൊക്കെ എഴുതണം. എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇങ്ങനെ അനേക നിബന്ധനകളുണ്ട്. ഇതെല്ലാം പൂർത്തീകരിക്കുന്ന ആ പ്രക്രിയയിലാണെങ്കിൽ നമുക്ക് പറയാം ഹീ ഈസ് എ ട്രൂ സ്റ്റുഡൻറ്റ്. ആ വ്യക്തി അവസാനം ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം നിർബന്ധമില്ല. ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നവർ മാത്രമേ സ്റ്റുഡൻ്റ് ആകുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. അല്ലെ എല്ലാത്തിനും A+ കിട്ടിയാൽ സ്റ്റുഡൻ്റ്. അങ്ങനല്ല. ഞാനീ പറഞ്ഞ ആ പ്രോസസ്സിൽ കൂടെ പോകുന്നവരെല്ലാം
യഥാർത്ഥ വിദ്യാർത്ഥികളാണ്. ഈ ഉദാഹരണം മറക്കരുത്. ഇത് മനസ്സിലായാൽ now you will understand the difference between a disciple and a true disciple. ആരാണ് ഡിസൈപ്പിൾ? എങ്ങനെയാണ് നമ്മുടെ പേര് രജിസ്റ്ററിലാകുന്നത്, സ്വർഗത്തിൻ്റെ രജിസ്റ്ററിലാകുന്നത്? അതിൻ്റെ പ്രൊസീജിയർ സിമ്പിളാണല്ലേ. ഒരു വ്യക്തി ഒരു പാപിയാണെന്ന് സമ്മതിച്ച് കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പേ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് അവൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് സമ്മതിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ, എമിച്ചുറിയാൻ സ്ഥാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട് അരക്ഷണത്തിൽ, പലരും ആ ക്ഷണത്തിൽ നിന്ന് പാടാറുണ്ട്, അരക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട അരക്ഷണത്തിൽ നമ്മുടെ ആ വ്യക്തിയുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും. അവൻ്റെ ഭാവി ഭദ്രമാണ്. അവൻ ശിഷ്യനായി തീർന്നു, അല്ലെ ദൈവമകനായി തീർന്നു. സ്തോത്രം, നല്ല കാര്യം. എന്നാൽ അങ്ങനെ ശിഷ്യനായ ഒരുവൻ ഒരു യഥാർത്ഥ ശിഷ്യനായി തീരുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിൽ പേരുള്ളതുകൊണ്ട് മാത്രമായില്ല. കർത്താവും പിൽക്കാലത്ത് അപ്പോസ്തലന്മാരും പഠിപ്പിച്ച അനേക കാര്യങ്ങളുണ്ട്. അത് അനുസരിക്കാൻ വേണ്ടിയുള്ളൊരു ആത്മാർത്ഥമായ പരിശ്രമം ഓരോ വിശ്വാസിയുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവൻ യഥാർത്ഥ ശിഷ്യനായിത്തീരുന്നത്. വാസ്തവത്തിൽ ഞാൻ സുവിശേഷങ്ങൾ കർത്താവ് പഠിപ്പിച്ച വ്യവസ്ഥകൾ മാത്രമേ ഈ ദിവസങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലേഖനങ്ങളിലെ കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ചേർത്തങ്ങ് പറയട്ടെ. ഈ ശിഷ്യൻ എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നതെല്ലാം സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലുമാണ്. അപ്പോസ്തല പ്രവൃത്തി 11:26 നാം വായിക്കുന്നു, അക്കാലത്ത് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. അതിൽ ക്രിസ്ത്യാനികളെന്നുള്ള പേര് പോലും എത്ര പ്രാവശ്യമുണ്ട് പുതിയ നിയമത്തിൽ? കേവലം 3 പ്രാവശ്യമേ ഉള്ളൂ. എന്നാൽ ലേഖനങ്ങൾ വരുമ്പോൾ ഈ ശിഷ്യൻ എന്നുള്ള പേര് തന്നെയാണ് സഹോദരന്മാർ എന്ന് മാറുന്നത്. അത് നാം മനസ്സിലാക്കണം. ചിലർ പറയും ലേഖനങ്ങളിലൊന്നും ശിഷ്യത്വത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ശിഷ്യൻ എന്നുള്ള വാക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? അങ്ങനെയല്ല. ഈ ശിഷ്യൻ തന്നെയാണ് സഹോദരനായി അല്ലെ സഹോദരന്മാരായിട്ട് മാറുന്നത്. പിന്നെ സഹോദരന്മാരെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ശിഷ്യത്വത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണെന്ന് നാം മനസ്സിലാക്കണം. അത് നമ്മൾ പലപ്പോഴും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പിന്നെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവ് നേരിട്ട് പഠിപ്പിച്ച ശിഷ്യത്വത്തിൻ്റെ ചില അടിസ്ഥാനപരമായ വ്യവസ്ഥകളുണ്ട്. അതൊന്ന് പഠിക്കാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കുന്നത്. ആ ബന്ധം ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രം. അടുത്ത തലക്കെട്ട് ഒന്ന് പരാമർശിച്ച് ഞാൻ കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്നതായിരിക്കും. ആ തലക്കെട്ട് എഴുതുക, ദ കണ്ടീഷൻസ് ഫോർ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഓർ ദ കോസ്റ്റ് ഓഫ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. രണ്ടും ഒന്ന് തന്നെയാണ്. ശിഷ്യത്വത്തിൻ്റെ നിബന്ധനകൾ അല്ലെങ്കിൽ ശിഷ്യത്വത്തിന് കൊടുക്കേണ്ട വില. ശിഷ്യത്വം എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ കോസ്റ്റ്ലി തിങ്. കർത്താവ് തന്നെ പറഞ്ഞു ഇത് വില പിടിപ്പുള്ള കാര്യമാണെന്ന്. എങ്ങനെ അറിയാം? ലൂക്കോസ് 14:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് 2 ചെറിയ ഉപമകളിൽ കൂടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവർ വില കൊടുക്കണം എന്ന് സൂചിപ്പിച്ചു. അവിടെ ഫസ്റ്റ് വി വിൽ സീ എ പേഴ്സൺ ഹൂ പ്ലാൻസ് ടു ബിൽഡ് എ ടവർ. ഒരു ഗോപുരം പണിയുവാൻ ആഗ്രഹിക്കുന്ന പണിക്കാരൻ്റെ ഉപമയുണ്ട്. പിന്നെ ദെൻ ഹി സ്പീക്സ് അബൌട്ട് എ കിങ് ഹൂ പ്ലാൻസ് ടു വാർ അഗൻസ്റ്റ് ആൻ എനിമി കിങ്. ഒരു രാജാവിനെതിരെ യുദ്ധത്തിന് പോകുന്ന മറ്റൊരു രാജാവിൻ്റെ ഉപമ. ഇവിടെയൊക്കെ പറയുന്നുണ്ട് അവനിരുന്ന് കണക്ക് കൂട്ടും യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഗോപുരം പണിയുന്നതിന് മുമ്പേ. ഇവിടെ പറയുന്നത് ശിഷ്യത്വത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ നാം വില കൊടുത്ത് നേടേണ്ട ഒന്നാണ് ശിഷ്യത്വം എന്ന് മറക്കരുത്. വില കൊടുക്കണം. പലപ്പോഴും ഈ രക്ഷ സൗജന്യമായതുകൊണ്ട് വിശ്വാസികൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആത്മീയ വിഷയങ്ങളെല്ലാം ഫ്രീ ആണ്, സൗജന്യമാണ്, എല്ലാം വെറുതെ കിട്ടുന്നതാണ്. ഒരർത്ഥത്തിൽ ശരിയാണ്, രക്ഷ സൗജന്യമാണ്. എന്നാൽ ഓർക്കണം, വേദപുസ്തകത്തിലെ ഒരു അനുഗ്രഹവും നിബന്ധന കൂടാതെ ഉള്ളതല്ല. നോ ബ്ലെസ്സിങ് ഇൻ ദ ബൈബിൾ ഈസ് അൺകണ്ടീഷണൽ. രക്ഷയ്ക്ക് പോലും ദൈവം വ്യവസ്ഥ വെച്ചു. രക്ഷ സൗജന്യമാണ് എന്ന് പറഞ്ഞാൽ നാം അതിനുവേണ്ടി യാതൊന്നും പ്രവർത്തിക്കേണ്ട, നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം കൊടുക്കേണ്ട. പക്ഷേ ആ സൗജന്യമായ രക്ഷയ്ക്ക് പോലും ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. എന്താണ് വ്യവസ്ഥ? യേശുക്രിസ്തുവിലെ വിശ്വാസം. നോ ബ്ലെസ്സിങ് ഈസ് അൺകണ്ടീഷണൽ. ഇത് വെറുതെ കിട്ടുന്നതല്ല എന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇതിന് വില കൊടുക്കുവാൻ നാം തയ്യാറാകണം. എന്താണ് ശിഷ്യത്വത്തിൻ്റെ ആദ്യത്തെ വ്യവസ്ഥ? അതുമാത്രം ഒന്ന് വായിച്ച് ഞാൻ 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. എനിക്ക് 5 മിനിറ്റും കൂടെ ഉണ്ട്.
ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ ഫോർ ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. ലൂക്ക് 14:26. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. വാസ്തവത്തിൽ ഇത് വായിച്ചാൽ ആരും പറഞ്ഞു പോയത് കഠിനവാക്കാണെന്നല്ലേ? വെറുതെ അല്ല, അക്കാലത്ത് ശിഷ്യന്മാർ പറഞ്ഞത് കഠിനവാക്കാണ്. ഈ വാക്യം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അടിവരയിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണ അടിവരയിടുന്നത് ലഭിക്കും, പ്രാപിക്കും, അനുഗ്രഹിക്കും, ഇതൊക്കെയാണ് ചുവന്ന മഷി കൊണ്ട് അടിവരയിടുന്നത്. ഇതൊന്നും ആരും അടിവരയിടാറില്ല. എന്താണ് കർത്താവ് പറയുന്നത്? ഇത് കേട്ടാൽ പ്രത്യക്ഷത്തിൽ ഇത് കഠിനവാക്ക തന്നെയാണല്ലേ? എങ്ങനെയാണ് ശിഷ്യനാകാൻ കഴിയുന്നത്? എൻ്റെ അടുക്കൽ വരികയും, ഒന്നുകൂടെ വായിച്ച് 14:26. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. അവിടെ ശ്രദ്ധിച്ചു വായിക്കണം. ആദ്യത്തെ വാക്ക് ശ്രദ്ധിച്ചോ, എൻ്റെ അടുക്കൽ വരികയും. അതിൻ്റെ അർത്ഥം എന്താണ്? കേവലം നടന്ന് കർത്താവിൻ്റെ അടുക്കൽ വരുന്ന കാര്യമല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലയിടത്തും ഇത് കാണാം. യോഹന്നാൻ 6:35 ഉണ്ടത്. 35 34 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. അവിടെ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വസിക്കുക എന്ന് തന്നെയാണ്. എൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് യോഹന്നാൻ അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കർത്താവ് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ ശിഷ്യനാകുക എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ ഉള്ളത്. ശിഷ്യനാകുക. അങ്ങനെ ശിഷ്യന്മാരായവരോടാണ് കർത്താവ് തുടർന്ന് പറയുന്നത്. പിന്നെന്ത് ചെയ്യണം? അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അവിടെ പറയുന്ന ശിഷ്യത്വം ഏതാണ്? യഥാർത്ഥ ശിഷ്യത്വമാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഈ വ്യവസ്ഥ കൂടെ പാലിക്കണം, എങ്കിൽ മാത്രമേ യഥാർത്ഥ ശിഷ്യന്മാരാകാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമുക്കൊരു കഠിന വാക്കായിട്ട് തോന്നുന്നത് ഈ പകയ്ക്കുക എന്നുള്ള വാക്കാണ്. ഞാൻ നാളെ അത് കൂടുതൽ വിശദീകരിക്കും. എങ്കിലും ഒരു വാക്ക് പറയട്ടെ, ഒരു കൺഫ്യൂഷനിൽ പോകുന്നത് ശരിയല്ലല്ലോ. എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ ഞാൻ ബൈബിൾ ഹെർമന്യൂട്ടിക്സാണ് എല്ലായിടത്തും പഠിപ്പിക്കുന്നത്. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മത്തായി 10:37 മത്തായി കുറച്ചുകൂടെ ലളിതമായി വിശദീകരിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെ മത്തായി പറയുമ്പോൾ മത്തായി ഇതിൻ്റെ അർത്ഥം അവിടെ പറയുന്നുണ്ട്. കർത്താവ് ഉപയോഗിച്ചത് ഈ വാക്ക് തന്നെയാണ്. മാത്രമല്ല കർത്താവിൻ്റെ പ്രസംഗം ദീർഘമാണ്. അതൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നത്. മത്തായി ഇതിൻ്റെ വിശദീകരണം തരുന്നു. അതൊന്ന് വായിക്കാം. എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. That is Matthew 10:37. Earlier we read Luke 14:26. ഓക്കെ, എന്താണ് എൻ്റെ അർത്ഥം? പകയ്ക്കണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കർത്താവാണ് സ്നേഹത്തിൻ്റെ ആൾ രൂപം. ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അങ്ങനെ താൻ ചെയ്തു. അങ്ങനെയുള്ള കർത്താവാണ് പറയുന്നത് അപ്പനെയും അമ്മയും മറ്റു പ്രിയപ്പെട്ടവരെയൊക്കെ പകയ്ക്കണം. യു ഹാവ് ടു forsake or you have to hate, not forsake, you have to hate your dear ones and near ones. അപ്പോൾ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? മത്തായി കുറച്ച് പോസിറ്റീവായിട്ട് പറയുന്നു. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയോ ഒക്കെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇങ്ങനെ തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ ഫോർ ട്രൂ ഡിസൈപ്പിൾഷിപ്പ്? സുപ്രീം ലവ് ഫോർ അവർ മാസ്റ്റർ ആൻഡ് സേവിയർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാറ്റിനേക്കാളും എല്ലാവരേക്കാളും അധികമായി നമ്മുടെ ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക. നമ്മുടെ സ്നേഹത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുക. ഇതാണ് ആദ്യത്തെ വ്യവസ്ഥ. അത് പ്രാക്ടീസ് ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. ഞാനതിൽ പെട്ടെന്ന് അവിടെ നിർത്തുകയാണ്. ഈ വാക്യം അല്പം കൂടെ വിശദീകരിക്കുന്നതായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് കർത്താവ് പകയ്ക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, ഇനി എങ്ങനെയാണ് നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്, അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ്. എല്ലാത്തിൻ്റെയും പ്രാക്ടിക്കൽ സൈഡും നാം ചിന്തിക്കണമല്ലോ. ഇതെല്ലാം ദൈവം ചോദിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റ് ഒരു വ്യവസ്ഥ കൂടെ നാളെ തന്നെ തീർക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം എന്നെ വളരെ ക്ഷമയോടെ ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഇന്ന് കേട്ട കാര്യങ്ങൾ മറക്കരുത്. ഈ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നാളെ തയ്യാറെടുപ്പോടുകൂടെ വരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആദ്യത്തെ ക്ലാസ് നമ്മൾക്ക് ലഭിച്ചു. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം ലഭിച്ചു. താൻ വളരെ സ്ലോ ആയിട്ടെടുത്തതുകൊണ്ട് നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റി. നാം ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ വെറുതെ കേട്ടു എന്ന് വരാതെ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യനാകാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണം. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ ആയിട്ടുണ്ടോ എന്ന് ഒന്ന് സ്വയം പരിശോധിക്കുവാനും ഈ ക്ലാസ്സുകൾ മുഖാന്തരമായി തീരട്ടെ. നാം ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റൊന്നുമല്ല. നമ്മളേതായാലും ഇവിടെ വന്നു, നമുക്ക് വരണമെന്ന് തോന്നി, പഠിക്കണമെന്ന് തോന്നി, വചനം പഠിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് നമ്മളിവിടെ വന്നു. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ സുഹൃത്ത് വലയത്തിൽ പലരും ഉണ്ടായിരിക്കാം. നമ്മുടെ സഭയിൽ അല്ലാത്ത പല ആളുകളും നമ്മുടെ സുഹൃത്ത് വലയത്തിലുണ്ടായിരിക്കാം. എന്നാൽ അവർ വചനം പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെ മനസ്സിൽ വരുന്നെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഫോൺ എടുത്ത് അവരെ ഒന്ന് വിളിക്കണം. വിളിച്ചിട്ട് പറയണം, ഇങ്ങനെയൊരു മീറ്റിംഗ് നടക്കുന്നത്, വന്നാൽ വചനം പഠിക്കാം എന്ന് പറയണം. അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ളവരാണെങ്കിൽ ഒന്ന് പോയി അവരോടൊന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് അവർക്കും പ്രയോജനമാകും, നമുക്കും പ്രയോജനമാകും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. അത് ഞാനൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ചെയ്താൽ വളരെ നല്ലൊരു കാര്യമാണ്. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ പുത്തങ്കാവിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള സഹോദരൻ ജോർജ് മാത്യു മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നതാണ്. നാളെയും ഇതുപോലെ തന്നെ 6:30 മണിക്ക് കൃത്യമായിട്ട് മീറ്റിംഗ് ആരംഭിക്കും. 6:30 മുതൽ 8 മണി വരെയുള്ള സമയമാണ്. എല്ലാവരും കടന്നു വരണം. ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ നന്ദിയോടെ അടിയങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവ് ദിവസത്തിൻ്റെ സന്ധ്യാസമയത്ത് അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ വീണ്ടും ഒരവസരം കൂടി അവിടുന്ന് അനുവദിച്ചു. അതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട അവിടുത്തെ ദാസന്മാർക്കായിട്ടും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ, തിരുവനന്തപുരത്ത് നിന്ന് പ്രിയ സഹോദരൻ ക്ഷേമമായിട്ട് ഞങ്ങളുടെ മധ്യത്തിൽ വരുവാനും കർത്താവ് ദൈവവചനം വളരെ ലളിതമായിട്ട് കർത്താവെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുവാനും അവിടുന്ന് പ്രിയപ്പെട്ടവനെ എടുത്ത് ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഈ 3 ദിവസങ്ങളായി നടക്കുന്ന ഈ ശുശ്രൂഷയുടെ 1-ാമത്തെ ദിവസം ഈ നിലയിൽ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തന്നതോർത്ത് ഞങ്ങൾ അവിടുത്തെ വീണ്ടും സ്തുതിക്കുന്നു. തുടർന്നുള്ള ആ ദിവസങ്ങളിലും കർത്താവെ, അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുന്ന് അടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളൊക്കെയും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ കേട്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. അത് കർത്താവെ ഞങ്ങളെ ഗ്രഹിപ്പിക്കുവാനും അത് കർത്താവെ ഞങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനും അടിയങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഥാർത്ഥ ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവെ ചില കാര്യങ്ങളിന്ന് മുഖവരിയായിട്ടും കർത്താവ് ഇതിൻ്റെ വിശദീകരണമായിട്ടും ഞങ്ങൾ കേൾക്കുകയുണ്ടായി. കർത്താവ്, പലപ്പോഴും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ആ നിലയിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ശിഷ്യന്മാർ എന്നുള്ള ആ ഗണത്തിൽ ആയിട്ടുള്ളവരാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങളുടെ കർത്താവ് പറഞ്ഞതുപോലെ, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ യഥാർത്ഥമായി എൻ്റെ ശിഷ്യന്മാരായി. അത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അത് അന്വർത്ഥമാക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇന്നും ഞങ്ങളതിൻ്റെ തുടക്കമാണ് ഞങ്ങൾ കേട്ടത്. കർത്താവെ, ആ നിലയിൽ അത് ചിന്തിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലും അത് മുഖാന്തരം ഞങ്ങൾ ഇടപെടുന്ന പ്രിയപ്പെട്ടവരിലും അത് പ്രതിഫലിക്കുവാൻ തക്കോണം കർത്താവ് പ്രത്യേകമായി സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒടുവിൽ കേട്ടതുപോലെ കർത്താവെ, അവിടുത്തെക്കാൾ അധികമായിട്ട് മറ്റൊരാളെയും മറ്റൊന്നിനെയും സ്നേഹിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൽ
പ്രായോഗികമാക്കുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആ കർത്താവെ ആ കൂട്ടായ്മയും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് സാധിക്കും എന്നുള്ളത് ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കാണുന്നു. കർത്താവെ, ആ നിലയിൽ തുടർന്നുള്ള ആ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആത്മീയ സംഗമത്തിൻ്റെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ഉൾപ്പെട്ടു നിൽക്കുന്ന ആ സഭകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ കർത്താവെ ഒരു ബൈബിൾ ക്ലാസ് അറേഞ്ച് ചെയ്യുവാനും കർത്താവരെ ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഗ്രഹത്തോടെ അവിടുത്തെ ദൈവവചനം കേൾക്കുവാൻ അടിയങ്ങളെ സഹായിക്കണം. തിരുനാമത്തെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തണം. അടിയങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. മഹത്വമെല്ലാം തിരുമേനി എടുക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.